ഞാൻ ഇന്ന് നിങ്ങളോട് അപ്പോസ്തലപ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിൽ നമ്മളൊന്ന് പഠിക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോസ്തലപ്രവൃത്തി 2-ാമത്തെ അധ്യായം. ഇത് ഇന്ന് തീരത്തില്ല. ഇതിൻ്റെ ഒരു ഭാഗം മാത്രമേ ഞാൻ ഇന്ന് പറയുന്നുള്ളൂ. 2-ാമത്തെ ഭാഗം ഇനിയും ഈ സഭയുടെ ഉത്തരവാദിത്തപ്പെട്ടിട്ടുണ്ട്. അവർ വീണ്ടും ഒരു ക്ലാസ് കൂടെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അന്ന് ഞാൻ 2-ാമത്തെ ഭാഗം നിങ്ങളോട് പറയും. അപ്പോൾ ഇന്ന് ഒരു ഭാഗമേ ഉള്ളൂ. 2-ാമത്തെ ഭാഗം നമുക്ക് ഇന്ന് വീട് വരാം. ഏകദേശം 47 വാക്യങ്ങളാണ് അപ്പോസ്തലപ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിലുള്ളത്. നമുക്ക് എന്തായാലും ഒരു ദിവസം കൊണ്ട് തീർക്കാൻ കഴിയത്തില്ലെന്നറിയാമല്ലോ. അപ്പോൾ സാധാരണ എടുക്കുന്ന ബൈബിൾ ക്ലാസ്സിൽ നിന്നൊക്കെ ഇത് ഒത്തിരി വ്യത്യസ്തമാണ്. സാധാരണ എടുക്കുന്ന ക്ലാസ്സുകളും വ്യത്യസ്തമാണ്. കാരണം സാധാരണ നമ്മളൊരു വിഷയമാണ് എടുക്കുന്നത്. ഒരു വിഷയം നമ്മൾ പഠിക്കുക ചെയ്യുന്നത്. അതിന് വേറൊരു രീതിയുണ്ട്. വിഷയം പഠിക്കുമ്പോൾ അതിനൊരു രീതിയുണ്ട്. പക്ഷെ ഒരു അധ്യായം നമ്മളെടുത്തിട്ട് അതിൻ്റെ വാക്യങ്ങളെല്ലാം ഇങ്ങനെ ഓരോന്ന്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വാക്യങ്ങളെങ്കിലും നമ്മൾ ഓരോന്നിങ്ങനെ പോകുമ്പോൾ അതിന് വേറൊരു ശൈലിയാണുള്ളത്. വേറൊരു പഠിക്കുന്ന ശൈലിയാണ് നമുക്കുള്ളത്. അത് പക്ഷേ നിങ്ങൾക്ക് പരിചയം ഉണ്ടാകുമോ എന്നോ എനിക്ക് സംശയമുണ്ട്. അങ്ങനെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. വളരെ വ്യത്യസ്തമായ ഒരു ശൈലിയാണ്. ചിലപ്പോൾ ഇച്ചിരി മുഷിഞ്ഞിരിക്കാം, ചിലപ്പോൾ ഇച്ചിരി ബോറടിച്ചെന്നൊക്കെ ഇരിക്കാം. കാരണം എല്ലാ വാക്യങ്ങളും നമുക്ക് അത്ര വലിയ ഇൻട്രസ്റ്റിംഗ് ആണോന്നില്ല ഈ എഴുതിയിരിക്കുന്നത്. പ്രത്യേകിച്ച് അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം എന്ന് പറയുമ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ ഭയങ്കര ആവശ്യം തോന്നും. കാരണം അന്ന് പരിശുദ്ധാത്മാവിൻ്റെ പകർച്ചയൊക്കെ ഉണ്ടായി, അന്യഭാഷയൊക്കെ പറഞ്ഞ ഒരു സംഭവമായതുകൊണ്ട് ഇച്ചിരി ആവേശത്തിലായിരിക്കും നമ്മൾ തുടങ്ങുന്നത്. എനിക്ക് തോന്നുന്നില്ല കുറച്ച് കഴിയുമ്പോൾ ഈ ആവേശം ഇതുപോലെ തുടരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് വാക്യങ്ങൾ ഇങ്ങനെ പഠിച്ച് നമ്മൾ പോവുകയായതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് പാർട്ട് നിന്ന് എടുക്കും, സെക്കൻഡ് പാർട്ട് അതിന് അവസാനം എടുക്കും. അത് ഇവർ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അത് പിന്നെ ഞാൻ പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ടാണ്. അതിൻ്റെ ഡേറ്റ് ഓൾറെഡി അറേഞ്ച്ഡാണ്. സെക്കൻഡ് പാർട്ട് ഉടനെ വരുമെന്ന് മാത്രം നിങ്ങൾ ചിന്തിക്കുക. നമ്മൾ ഈ പ്രധാനപ്പെട്ട വ്യത്യാസം, ഇങ്ങനൊരു ചാപ്റ്റർ എടുത്ത് നമ്മൾ വാക്യങ്ങൾ എടുത്ത് പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത്, നമ്മൾ പറയുന്ന പല വ്യാഖ്യാനങ്ങളും വിശ്വസിക്കുന്ന പല കാര്യങ്ങളും ശരിക്കും അങ്ങനെ തന്നെ വേദപുസ്തകത്തിൽ നേരിട്ട് എഴുതിയിട്ടില്ല. പല കാര്യങ്ങളും അങ്ങനെയാണ്. വചനത്തിൽ അങ്ങനെ നേരിട്ട് അങ്ങനെ എഴുതിയിട്ടൊന്നുമില്ല. പല കാര്യങ്ങളും വിശ്വസിച്ച പല കാര്യങ്ങളും ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവും അതെന്താണെന്ന്, എന്തൊക്കെയാണെന്ന്. എന്നാൽ പിന്നെ എന്താ നമ്മൾ അങ്ങനെ അങ്ങ് പ്രസംഗിക്കുന്നത്? അപ്പോൾ നമ്മൾ പ്രസംഗിക്കുന്നത് തെറ്റാണോ? നമ്മൾ അങ്ങനെ തന്നെ പ്രസംഗിക്കാമോ എന്നൊക്കെ ചോദിച്ചാൽ, നമ്മൾ അങ്ങനെ തന്നെ പ്രസംഗിച്ച് പോകുന്നത് എന്നുകൊണ്ടാണ് 1-ാം നൂറ്റാണ്ട് മുതൽ. 1-ാം നൂറ്റാണ്ട് മുതൽ നമ്മളിങ്ങനെ തന്നെയാണ് ആ കാര്യങ്ങൾ പ്രസംഗിച്ച് പോകുന്നത്. അങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അത്തരം കാര്യങ്ങൾ നമ്മൾ വിളിക്കുന്നത് ക്രിസ്തീയ പാരമ്പര്യം എന്നാണ് വിളിക്കുന്നത്. പാരമ്പര്യം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഉടൻ തന്നെ മറ്റ് സാമുദായിക സഭകളുടെ പാരമ്പര്യമാണോ എന്നൊരു ചിന്തയുണ്ടാകും. അതിനെക്കുറിച്ചല്ല നമ്മൾ പറയുന്നത് കേട്ടോ. ക്രിസ്തീയ പാരമ്പര്യം ഉദ്ദേശിക്കുന്നത് അപ്പോസ്തലന്മാരുടെ കാലഘട്ടം മുതലുള്ള ഒരു വിശ്വാസത്തിൻ്റെ പാരമ്പര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ക്രിസ്ത്യൻ ട്രഡീഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയും. ക്രിസ്ത്യൻ ട്രഡീഷൻ പറയും, അല്ലാതെ ഒരു ഡിനോമിനേഷൻ്റെ പാരമ്പര്യമല്ല. അതിനെക്കുറിച്ചല്ല പറയുന്നത്. അങ്ങനെ ക്രിസ്തീയ പാരമ്പര്യവുമായി നമുക്ക് ചില വ്യാഖ്യാനങ്ങളുണ്ട്, ചില ധാരണകളും ചില വ്യാഖ്യാനങ്ങളും ഒക്കെ ഉണ്ട്. ആ വ്യാഖ്യാനങ്ങളും ധാരണകളും നമ്മൾ പ്രസംഗിക്കാറുണ്ട്, പഠിപ്പിക്കാറുണ്ട്. കുഴപ്പമൊന്നുമില്ല, അതിനകത്ത് പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാൽ നമ്മൾ ഈ വേദപുസ്തകത്തിലെ ഓരോ വാക്യങ്ങളെടുത്ത് പ്രത്യേകം പഠിക്കുമ്പോൾ അങ്ങനെ ഇതിവിടെ എഴുതിയിട്ടില്ലല്ലോ എന്ന് നമ്മൾ പറയേണ്ടതായിട്ട് വരും. അതിവിടെ എഴുതിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ മാത്രമേ ഉള്ളൂ. ക്രിസ്ത്യൻ ട്രഡീഷനകത്ത് അതങ്ങനെ നമ്മളങ്ങനെയാണ് തുടക്കം മുതൽ. ക്രിസ്ത്യൻ ട്രഡീഷൻ എന്ന് പറയുമ്പോൾ അപ്പോസ്തലന്മാരുടെ കാലം മുതൽ ഇങ്ങോട്ട് നമ്മൾ വിശ്വസിച്ച് വരുന്ന ഒരു ട്രഡീഷനാണത്. അത് എഴുതിയിട്ടില്ലെങ്കിലും അങ്ങനെ തന്നെയാണ് നമ്മൾ വിശ്വസിച്ച് വരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഒരു പക്ഷെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് കേൾക്കേണ്ടതായിട്ട് വരും. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകരുത്. അതാണ് ഞാൻ ആദ്യമേ അതിനൊരു ഇൻട്രൊഡക്ഷൻ ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞത്. അതുകൊണ്ടാണ് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകരുത് എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം നിങ്ങൾക്ക് കേൾക്കുമ്പോൾ അറിയാതെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, ആത്മാവിൻ്റെ പകർച്ച, അല്ലെങ്കിൽ പരിശുദ്ധാത്മ സ്നാനം ശിഷ്യന്മാരുടെ മേൽ വന്ന ദിവസമാണ് അപ്പോസ്തലപ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിലെ വിവരങ്ങളെന്ന് പറയുന്നത്. സഭ രൂപീകരിക്കപ്പെട്ട ദിവസമാണെന്ന് നമ്മളതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കാറുണ്ട്. ആത്മാവിൻ്റെ പകർച്ച ഉണ്ടായ ദിവസമാണെന്ന് വ്യാഖ്യാനിക്കാറുണ്ട്. നമ്മളങ്ങനെ പല രൂപത്തിൽ അതിനെക്കുറിച്ച് പറയാറുണ്ട്. അങ്ങനെയൊക്കെ തന്നെയാണോ എന്നുള്ളത് നമുക്ക് പിന്നീടുള്ള കാര്യങ്ങളാണ്. പഠിച്ചു വരുമ്പോൾ നമുക്ക് ചിന്തിക്കാവുന്ന കാര്യങ്ങളാണ് അതൊക്കെ. ഈ പെന്തക്കോസ് എന്ന് പറയുന്ന വാക്ക് യഥാർത്ഥത്തിൽ ഒരു എബ്രായ വാക്കല്ല, ഒരു എബ്രായ വാക്കല്ല പെന്തക്കോസ്. പെന്തക്കോസ് എന്ന് പറയുന്ന വാക്ക് ഒരു ഗ്രീക്ക് വാക്കാണ്. അതൊരു ഗ്രീക്ക് വാക്കാണ് പെന്തക്കോസ്. എബ്രായ വാക്ക് മറ്റൊരു വാക്കാണ്. നമുക്കതിലേക്ക് വരാം.
പെന്തക്കോസ്ത് ഒരു ഉത്സവമായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അന്ന് ഭയങ്കര ഉത്സവമായിരുന്നു എന്നറിയാം. യഹൂദന്മാർക്ക് ലേവ്യ പുസ്തകം 23-ാമത്തെ അധ്യായത്തിൽ വായിച്ചാൽ വേറെ പല ഭാഗങ്ങളിലും പറയുന്നുണ്ട്, നിങ്ങൾ എടുക്കണ്ട വേദഭാഗം, വേറെ പല ഭാഗങ്ങളിലും പറയുന്നുണ്ട്. 23-ാം അധ്യായത്തിൽ മൊത്തത്തിൽ ഒരു 7 ഉത്സവങ്ങൾ ദൈവം കൊടുക്കുന്നതായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് യഹൂദന്മാർക്ക് 7 ഉത്സവമേ ഉള്ളൂ നിങ്ങൾ ചിന്തിക്കരുത്. ഇതല്ലാതെ പിന്നെ ഉത്സവങ്ങൾ ചരിത്രത്തിൽ അവർക്കുണ്ടായിട്ടുള്ള ചില വിടുതലിൻ്റെ ദിവസങ്ങൾ പിന്നീട് അവർ ഉത്സവങ്ങളായിട്ട് ആചരിക്കുന്നുണ്ട്. ഈ ഒരു കാലഘട്ടത്തിൽ അവരങ്ങനെ ഉത്സവങ്ങളായിട്ട് ആചരിക്കുന്നുണ്ട്. അപ്പം ദൈവം അവരോട് പറഞ്ഞിരിക്കുന്ന ഇത് 7 ഉത്സവങ്ങളാണുള്ളത്. തുടങ്ങുന്നത് പെസഹ പെരുന്നാളിലാണ് തുടങ്ങുന്നത്. പെസഹ പെരുന്നാൾ, അത് കഴിഞ്ഞാൽ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ, 3-ാമത് ആദ്യഫല പെരുന്നാൾ, 4-ാമത് പെന്തക്കോസ്ത് പെരുന്നാൾ, 5-ാമത് കാഹളത്തൊലി പെരുന്നാൾ, 6-ാമത് പാവപരിഹാര ദിവസം അതിൻ്റെ പെരുന്നാൾ, 7-ാമത് കൂടാര പെരുന്നാൾ. ഇങ്ങനെയുള്ള 7 പെരുന്നാളുകളാണ് ഈ ദൈവം അവർക്ക് കൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന പെരുന്നാളുകൾ. ഇത് കൂടാതെ ഞാൻ പറഞ്ഞല്ലോ, ചരിത്രത്തിൽ അവർക്കുണ്ടായിട്ടുള്ള പല വിടുതലിൻ്റെയും ദിവസങ്ങൾ അവർ ഇപ്പോൾ ആഘോഷിക്കുന്നുണ്ട്. ഈ 7 പെരുന്നാളിൽ 3 പെരുന്നാളുകൾ വരുമ്പോൾ അവരെല്ലാവരും യെരുശലേമിൽ കൂടണം. വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് പുരുഷന്മാരെല്ലാം യെരുശലേമിൽ കൂടണം എന്ന് ദൈവത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള കൽപ്പനയുണ്ടായിരുന്നു. അത് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ, പെന്തക്കോസ്ത് പെരുന്നാൾ, കൂടാരപ്പെരുന്നാൾ ഏറ്റവും ലാസ്റ്റിലുള്ളത്, അല്ലെങ്കിൽ കായികനി പെരുന്നാളെന്ന് കൂടാരപ്പെരുന്നാളിനെ വിളിക്കും. ഈ 3 പെരുന്നാളുകൾ വരുമ്പോൾ എല്ലാ പുരുഷന്മാരും യെരുശലേമിൽ കൂടണം എന്നൊരു വ്യവസ്ഥ ഉണ്ടായിരുന്നു. യെരുശലേമിൽ കൂടണം എന്ന് പറയുമ്പോൾ യെരുശലേമിൽ മാത്രമേ ആലയമുള്ളൂ. ഇപ്പോഴും അവർക്ക് ഒരിടത്തെ ആലയമുള്ളൂ. ആലയം എന്ന് വിളിക്കപ്പെടുന്ന ഒരിടത്തേ ഉള്ളൂ, യെരുശലേമിലേ ഉള്ളൂ. മറ്റൊരു ഒരു സ്ഥലം അവർക്ക് ഇല്ല. മറ്റുള്ളതെല്ലാം സിനഗോഗുകൾ മാത്രമാണ്, പള്ളികൾ മാത്രമാണുള്ളത്. സിനഗോഗുകൾ എന്ന് പറയുന്നത് ബാബിലോൺ പ്രവാസത്തിൻ്റെ കാലഘട്ടത്തിലാണ് അതിൻ്റെ തുടക്കമെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു 3 ദിവസം, ഈ 3 പെരുന്നാൾ ദിവസം, ഒന്ന് പുളിപ്പില്ലാത്തപ്പത്തിൻ്റെ പെരുന്നാൾ, 2 പെന്തക്കോസ്ത് പെരുന്നാൾ, 3-ാമത് കൂടാരപ്പെരുന്നാൾ. അതിന് പുരുഷന്മാരെല്ലാം യെരുശലേമിൽ കൂടണമെന്ന് ദൈവത്തിൻ്റെ പ്രത്യേകമായ കൽപ്പനയുണ്ട്. പ്രായോഗികമായി അവർ പുരുഷന്മാർ മാത്രമല്ല കൂടുന്നത്, പ്രായോഗികമായി സ്ത്രീകളും കുട്ടികളും ഒക്കെ യെരുശലേമിലേക്ക് പോകും. അവർക്കതൊരു തീർത്ഥാടനം പോലെയായിരുന്നു. തീർത്ഥാടന പെരുന്നാൾ, പിൽഗ്രീം ഫെസ്റ്റിവൽ എന്നവരതിനെ വിളിക്കാറുണ്ടായിരുന്നു. പിൽഗ്രീം ഫെസ്റ്റിവൽ, തീർത്ഥാടന പെരുന്നാൾ എന്നും ഈ 3 പെരുന്നാളിനെ വിളിക്കാറുണ്ടായിരുന്നു. അപ്പോൾ പുരുഷന്മാർ മാത്രമേ കൂടാണം എന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് പുരുഷന്മാർ മാത്രമേ കൂടിയിട്ടുള്ളൂ എന്നല്ല അർത്ഥം. പ്രായോഗികമായി അവർ ഭാര്യയും കുട്ടികളും ഒക്കെ ആയിട്ട് ഒരു തീർത്ഥാടനം പോലെ അവർ യെരുശലേമിലേക്ക് വരുമായിരുന്നു. അവർക്ക് തീർത്ഥാടനവും വിനോദയാത്രയും എല്ലാം ഏകദേശം ഒരുപോലെ തന്നെയായിരുന്നു. ഒരു 3 പ്രാവശ്യം യെരുശലേമിലേക്ക് അവർ വരുമായിരുന്നു. അതിൽ ഈ പെസഹ പെരുന്നാൾ എന്തിനെയാണ് കാണിക്കുന്നത് നിങ്ങൾക്കറിയാം. പെസഹ പെരുന്നാളിൽ അവർ മിസ്രൈമിലായിരിക്കുന്ന സമയത്ത് 1-ാം മാസം, നീസാൻ മാസം, അതാണ് 1-ാമത്തെ മാസം, അന്ന് 14-ാം തീയതി സന്ധ്യയ്ക്ക് അവരൊരു ആട്ടിൻകുട്ടിയെ അറുത്ത് കൊന്ന് അതിൻ്റെ രക്തം അവർ കട്ടിളപ്പള്ളിമേൽ തളിച്ച് ആ കട്ടിളപ്പള്ളിമേൽ തളിച്ചിരിക്കുന്ന വീടിൻ്റെ ഉള്ളിൽ അവർ കയറി ഇരുന്നാണ് സംഹാരകളിൽ നിന്നും അവർ രക്ഷ പ്രാപിച്ചത്. അത് ചരിത്രം നിങ്ങൾക്കറിയാം, ഞാൻ വീണ്ടും അത് വിസ്തരിച്ച് പറയേണ്ട കാര്യമില്ല. അങ്ങനെയാണ് അവർ രക്ഷ പ്രാപിച്ചത്. അല്ലെങ്കിൽ സംഹാരകൻ വന്ന് അവിടെ ഈ മിസ്രൈമിലുള്ള, ഈജിപ്തിലുള്ള എല്ലാ കടിഞ്ഞൂലുകളെയും, അത് മൃഗങ്ങളാകട്ടെ മനുഷ്യരാകട്ടെ എല്ലാ കടിഞ്ഞൂലുകളെയും കൊന്നുകൊണ്ടിരുന്നപ്പോൾ മിസ്രൈമിൽ നിന്നോ ഇസ്രയേലിൽ നിന്നോ അവിടെ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല. അവിടെ ഉണ്ടായിരുന്ന ഏക വ്യത്യാസം എന്ന് പറയുന്നത് ഈ ആട്ടിൻകുട്ടിയെ കൊന്ന് അതിൻ്റെ രക്തം തളിച്ചിരിക്കുന്ന വീടിൻ്റെ ഉള്ളിലിരിക്കുന്നവർ രക്ഷ പ്രാപിക്കും, അല്ലാത്തവരെല്ലാം കൊല്ലപ്പെടും. അങ്ങനെയാണ് ആ സംഭവം അവിടെ നടന്നത്. എന്ന് പറഞ്ഞാൽ ഈ ആട്ടിൻകുട്ടിയുടെ രക്തം തളിച്ച പിന്നെ വീടിൻ്റെ വെളിയിലേക്ക് ഒരു ഇസ്രായേലിൻ പോയാൽ അവൻ കടിഞ്ഞൂലാണെന്നുണ്ടെങ്കിൽ അവനും കൊല്ലപ്പെടും. അവൻ ഇസ്രായേലിനാന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവും ഉണ്ടായിരുന്നില്ല. ഇനി ഈ രക്തം തളിച്ച വീടിൻ്റെ ഉള്ളിൽ ഒരു മിസ്രൈമ്യൻ കയറിയിരുന്നാൽ അവൻ രക്ഷിക്കപ്പെടുകയും
ചെയ്യും. ഞാനതിനെപ്പറ്റി ഇപ്പോൾ വിശദീകരിക്കുന്നില്ല, കാരണം അത് മറ്റൊരു സംഭവമായതുകൊണ്ട്. എനിവേ, അതാണ് പെസഹ. ആ പെസഹ അവർ സന്ധ്യയ്ക്കാണ് ഈ ആട്ടുകുട്ടിയെ അറക്കുന്നത്, 14-ാം തീയതി സന്ധ്യയ്ക്ക്. അപ്പോൾ നിങ്ങൾക്കറിയാം, യഹൂദന്മാരെ സംബന്ധിച്ചുള്ള, മിസ്രൈമിൽ അങ്ങനെ ആയിരുന്നില്ല, യഹൂദന്മാരെ സംബന്ധിച്ചുള്ള സന്ധ്യയാകുമ്പോൾ സൂര്യൻ അസ്തമിക്കുമ്പോൾ ഒരു ദിവസം അവസാനിക്കുകയും മറ്റൊരു ദിവസം ആരംഭിക്കുകയും ചെയ്യും. അപ്പോൾ ഈ 14-ാം തീയതി സന്ധ്യയ്ക്ക് അവർ ആട്ടിൻകുട്ടിയെ കൊന്നു. 15-ാം തീയതി വെളുപ്പിന് അവർ സ്വതന്ത്രരായി യാത്ര തിരിക്കുകയും ചെയ്തു. അപ്പോൾ ഈ ആട്ടിൻകുട്ടിയെ കൊന്ന ദിവസം പെസഹയും തൊട്ടടുത്ത ദിവസം മുതലുള്ള 7 ദിവസങ്ങൾ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളുമാണ് അവരാചരിച്ചിരുന്നത്. അങ്ങനെ സംഭവം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പെസഹ ആട്ടിൻകുട്ടിയെ കൊന്ന ദിവസം, അതേ ദിവസം തന്നെയാണ് രാവിലെ അവരെന്ത് ചെയ്യുന്നത്, വെളുപ്പിന് അവർ സ്വാതന്ത്ര്യം പ്രാപിച്ച് മിസ്രൈമിൽ നിന്ന് യാത്ര പുറപ്പെടുന്നത്. അപ്പോൾ ഇതിനിടയ്ക്കുള്ള സമയത്ത് അവർക്ക് ഈ മാവ് കുഴച്ച് വെച്ച് ആ മാവിനെ പുളിപ്പിച്ചെടുത്ത് അപ്പം ഉണ്ടാക്കി കഴിക്കാനുള്ള സമയം അവർക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അവരെന്ത് ചെയ്ത് പുളിപ്പില്ലാത്ത അപ്പം തന്നെ കഴിച്ചുകൊണ്ട് പോയത്. ഇനി പുളിപ്പില്ലാത്ത അപ്പം കഴിച്ചുകൊണ്ട് പോയെന്ന് മാത്രമല്ല, അവർ കൂടെ കുറച്ച് ഈ പുളിപ്പില്ലാത്ത മാവൂടെ എടുത്തുകൊണ്ട് പോയി എന്നാണ് അവരുടെ വിശ്വാസം. എടുത്തുകൊണ്ട് പോയി. അത് 7 ദിവസം വരെ നീണ്ടു നിന്നുവെന്നും പിന്നെ അല്ല കുറച്ച് നാളുകൂടെ കഴിക്കാനുണ്ടായിരുന്നു എന്നൊക്കെ പല വിശ്വാസങ്ങൾ യഹൂദന്മാരുടെ പാരമ്പര്യത്തിൽ പറയുന്നുണ്ട്. എന്തായാലും ദൈവം ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ 7 ദിവസം പുളിപ്പില്ലാത്ത അപ്പം കഴിച്ചു, അതുകൊണ്ട് പിന്നീട് 7 ദിവസം പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ ആചരിക്കണം. നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഇപ്പം പഴയ കഥയാണ്, നിങ്ങൾക്ക് അറിയാവുന്ന കഥയാണ്, എന്നാലും നമുക്കൊരു കണക്ഷൻ വേണമല്ലോ വരുന്നതിൽ. അപ്പോൾ എന്ന് പറഞ്ഞാൽ പെസഹയും പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളും അടുത്തടുത്ത് അങ്ങ് തുടരുക, അതിനകത്ത് ഗ്യാപ്പില്ല, അങ്ങ് തുടർന്നു പോവുക. അപ്പോൾ ഇസ്രായേലിലേക്ക് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ ആചരിക്കാനായിട്ട് ഇസ്രായേലിലേക്ക് എല്ലാ പുരുഷന്മാരും പറഞ്ഞാൽ അവർ യഥാർത്ഥത്തിൽ പെസഹയ്ക്കേയും എത്തുകയാണ് ചെയ്യുന്നത്. പെസഹയ്ക്കാണ്, പെസഹ ദിവസവും കുഞ്ഞാടിനെ അറക്കുകയും യാഗങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ പെസഹയ്ക്കേ അവർ ഞെത്തും. പെസഹയ്ക്ക് അവരെത്തി പെസഹയെ അവിടെ തന്നെ ആചരിച്ച് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ അവിടെ നിന്ന് ആചരിച്ച് തീർന്നില്ല. പെസഹ ദിവസം മുതൽ 7 ആഴ്ച, അതായത് 49 ദിവസം എണ്ണും. പെസഹ ദിവസം മുതൽ 49 ദിവസം എണ്ണും. ഈ 49 ദിവസം കഴിഞ്ഞിട്ട് 50-ാമത്തെ ദിവസമാണ് പെന്തക്കോസ് പെരുന്നാൾ. 50-ാമത്തെ ദിവസമാണ് പെന്തക്കോസ് പെരുന്നാൾ. അതിന് എബ്രായ ഭാഷയിൽ വേറെ വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പെന്തക്കോസ് എന്നുള്ള വാക്ക് ഞാൻ പറഞ്ഞല്ലോ, അത് ഗ്രീക്ക് വാക്കാണ്, അത് എബ്രായ വാക്കല്ല. എബ്രായ വാക്ക് ഷവോട്ട് എന്നാണ്, ഷവൂഓട്ട് എന്നാണ് എബ്രായ വാക്ക്. എബ്രായ വാക്കിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ആഴ്ചകൾ എന്നാണ്, വീക്സ്, ആഴ്ചകൾ. അതുകൊണ്ട് ഫെസ്റ്റിവൽ ഓഫ് വീക്സ് എന്നും ഇതിനെ വിളിക്കാറുണ്ട്, ആഴ്ചകളുടെ പെരുന്നാളെന്നും ഇതിനെ വിളിക്കാറുണ്ട്. 7 ആഴ്ചകൾ കഴിയുമ്പോൾ 49 ദിവസം കഴിയുമ്പോൾ അവർ തൊട്ടടുത്ത ദിവസം, അതുകൊണ്ടാണ് പെന്തക്കോസ് എന്നുള്ള ഡേ വരുമ്പോൾ 50-ാമത്തെ ദിവസം എന്നാണ് പെന്തക്കോസ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. അവിടെ ഗ്രീക്കിൽ പെന്തക്കോസ് എന്നുള്ള വാക്ക് അവർ ഉപയോഗിച്ചതുകൊണ്ടാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്രായേലർ ഈ പെസഹ ആചരിക്കുമ്പോൾ തന്നെ അവർ യെരുശലേമിലുണ്ട്. അത് കഴിഞ്ഞ് പെരുന്നാൾ, പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളിൽ അവരവിടെ ഉണ്ടായിരിക്കണമെന്ന് നിയമമുണ്ട്, അതുകൊണ്ട് അവരവിടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ 50-ാമത്തെ ദിവസം എന്താണ്, പെന്തക്കോസ് ഡേ ആണ്. അപ്പോൾ ദൂരെയുള്ള ആൾക്കാർ യെരുശലേമിൽ വന്നാൽ അവർ 50 ദിവസം കഴിഞ്ഞിട്ട് പോകും. ദൂരെയുള്ള ആൾക്കാർ വന്നാൽ, അടുത്തേക്കുള്ള ഒരാൾക്ക് വീട്ടിൽ പോയച്ച് 50-ാമത്തെ ദിവസം വീണ്ടും വരാം എന്ന് വെക്കും. ദൂരെയുള്ള ആൾക്കാർ വന്നാൽ 50-ാമത്തെ ദിവസം പോകും. അതുവരെ അവരുടെ കുടുംബവും കുട്ടികളും കുടുംബവും എല്ലാം തന്നെ അവിടെ തന്നെ താമസമാണ്, അവിടെ തന്നെ താമസിക്കുക. അന്ന് ട്രാൻസ്പോർട്ടേഷനൊക്കെ വളരെ കുറവാണ്. നമ്മുടെ ഇപ്പോഴത്തെ കൂട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളൊന്നും അന്നില്ല എന്നുകൂടെ ഓർക്കണം. അതുകൊണ്ട് അവരങ്ങനെ പോകത്തുള്ളൂ. വലിയൊരു ജനക്കൂട്ടം അപ്പോഴേ യെരുശലേമിൽ ഉണ്ട്. ഇനി ജനം എവിടെ നിന്നൊക്കെയാണ് വരുന്നത്? അന്ന് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം 2 വിഭജിക്കപ്പെട്ട് കഴിഞ്ഞു, യഹൂദദേശം മാത്രമേ ഉള്ളൂ. ഈ പെന്തക്കോസ് ഡേ വരുമ്പോഴത്തേക്കും യഹൂദയും മാത്രമല്ല, ഈ ഗ്രീക്ക് സാമ്രാജ്യം ഇവരെ ആക്രമിച്ച് കീഴടക്കിയ സമയം മുതൽ, അതിനു മുമ്പും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, അല്ല ആ സമയം മുതൽ കൂടുതലായിട്ടും ഈ യഹൂദന്മാർ പല സ്ഥലങ്ങളിൽ പോയി ചെതറി താമസിച്ചു. പ്രത്യേകിച്ച് കച്ചവടമൊക്കെ നടത്തുന്നവരും അങ്ങനെ ബിസിനസ് നടത്തുന്നവരും ഒക്കെയായിട്ട് ഈ ഗ്രീക്ക് സാമ്രാജ്യത്തിൻ്റെ പല സ്ഥലങ്ങളിൽ പോയി അവരെ ചെതറി താമസിച്ചു.
നമുക്കറിയാം പെന്തക്കോസ്ത് നാളിൽ അന്നവരുടെ കൂടി വന്നവരെല്ലാം പല ഭാഷകൾ സംസാരിക്കുന്നവരായിരുന്നു. അതിന് വലിയ നീണ്ട ലിസ്റ്റ് അവിടെ പറയുന്നുണ്ട്. പല ഭാഷകൾ സംസാരിക്കുന്നവരായിരുന്നു. പല ഭാഷകൾ സംസാരിക്കുമെന്ന് പറഞ്ഞാൽ ഗ്രീക്ക് സാമ്രാജ്യം ഇവരെ ആക്രമിച്ച കാലഘട്ടം. അതിനുശേഷമാണ് പിന്നെ റോമൻ സാമ്രാജ്യം വരുന്നത്. ആ കാലഘട്ടത്തിലെ യഹൂദ ദേശത്തു നിന്നും മൈഗ്രേറ്റ് ചെയ്ത് മറ്റ് സ്ഥലങ്ങളിൽ പോയി താമസിച്ചവരും അവരുടെ തലമുറകളുമാണ് ഇപ്പോൾ യെരുശലേമിൽ വന്നിരിക്കുന്നത്. വളരെ ദൂരെ നിന്നാണ് അവർ വന്നിരിക്കുന്നത്. അപ്പോൾ അവർ മറ്റു പല സ്ഥലങ്ങളിലാണ് ഒരു തലമുറയായിട്ട് താമസിക്കുന്നത്. കുട്ടികളൊക്കെ അവിടെ സ്ഥലത്തു നിന്നാണ് വന്നിരിക്കുന്നത്. യെരുശലേമിൽ വന്നവരുടെ കൂട്ടത്തിൽ ഇങ്ങനൊരു തലമുറയുണ്ട്. അവർ മറ്റു സ്ഥലങ്ങളൊക്കെയാണ്. അവർക്ക് എബ്രായ ഭാഷ, അരാമ്യ ഭാഷയൊക്കെ കേട്ടാൽ മനസ്സിലാകും. പക്ഷേ കൂടുതൽ അവർക്ക് പരിചയം എന്താണ്? അവർ ജനിച്ചു വന്ന സ്ഥലത്തെ ഭാഷയാണ് അവർക്ക് പരിചയമുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു വലിയൊരു ജനക്കൂട്ടം ഈ പെന്തക്കോസ്ത് ദിവസം യെരുശലേമിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ 2-ാമത്തെ അധ്യായത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. അവിടെ ഇങ്ങനെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം ഒരുമിച്ച് കൂടുന്ന ഒരു സമയമാണ് പെന്തക്കോസ്തിൻ്റെ പെരുന്നാൾ എന്ന് പറയുന്നത്. ഇനി പെന്തക്കോസ്ത് പെരുന്നാൾ എന്ന് പറഞ്ഞാൽ ഈ യഹൂദന്മാർക്ക് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. നമുക്ക് പ്രധാനപ്പെട്ട ദിവസമാണ്, യഹൂദന്മാർക്ക് പ്രധാനപ്പെട്ട ദിവസമാണ്. യഹൂദന്മാരെ സംബന്ധിച്ചോളം അവർ മിസ്രൈമിൽ നിന്ന് പെസഹ ആചരിച്ച് യാത്ര തിരിച്ചൊക്കെ അറിയാമല്ലോ. അവർ യാത്ര തിരിച്ച് അവർ സീനായി മരുഭൂമിയിൽ വരുന്നതാണ് അവരുടെ യാത്രയുടെ ഒരു ക്ലൈമാക്സ് പോയിന്റ് എന്ന് പറയുന്നത്. സീനായി മരുഭൂമിയിൽ വരുന്നതാണ് അവരുടെ യാത്രയുടെ ഒരു ക്ലൈമാക്സ് പോയിന്റ്സ്. എന്തുകൊണ്ട് അവിടെ യാത്രയുടെ ക്ലൈമാക്സ് പോയിന്റായി മാറുന്നത്? അവിടെ ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, ഞാൻ 2-3 ദിവസം കഴിയുമ്പോൾ പ്രത്യക്ഷമാകും. നിങ്ങൾ ഞാൻ പറഞ്ഞ എന്നോട് കൂടെ ഇരിക്കണേ, 2-3 ദിവസം കഴിയുമ്പോൾ ഞാൻ പ്രത്യക്ഷമാകും. അങ്ങനെ പ്രത്യക്ഷമാകുന്നതിന് മുമ്പ് നിങ്ങളെല്ലാം കുളിച്ച് വസ്ത്രമെല്ലാം അളക്കി വിശുദ്ധരായിട്ട് നിൽക്കണം. വിശുദ്ധരായി നിൽക്കണം. അങ്ങനെ ഞാൻ പ്രത്യക്ഷമാകുമ്പോൾ വിശുദ്ധരായി നിൽക്കുന്ന നിങ്ങൾ, അപ്പോൾ അങ്ങനെ വിശുദ്ധരായി നിൽക്കുന്ന നിങ്ങളെ ഞാൻ എന്തു ചെയ്യും? പുരോഹിത രാജ്യത്വമായി, എൻ്റെ സ്വന്തം ജനമായി, എനിക്കൊരു പ്രത്യേക സമ്പത്തായി ഞാൻ പ്രഖ്യാപിക്കാൻ പോവുകയാണ്. അതാണ് ആ യാത്രയുടെ ക്ലൈമാക്സ് ആണ് സീനായി മരുഭൂമിയിൽ അവരെത്തിയപ്പോൾ ഉള്ളത് എന്ന് നമ്മൾ പറയാൻ കാര്യം. ഞാൻ 2-3 ദിവസം കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങൾ കുളിച്ച്, അന്ന് അങ്ങനെയാണല്ലോ ശുദ്ധരാകുന്നത്, നിങ്ങൾ ശുദ്ധരായി നിൽക്കണം. നിങ്ങളെ ഞാൻ പുരോഹിത രാജ്യത്വമായി, എൻ്റെ സ്വന്തം ജനമായി, വിശുദ്ധ ജനമായി, എൻ്റെ പ്രത്യേക സമ്പത്തായി ഞാൻ പ്രഖ്യാപിക്കുവാൻ പോകുകയാണ്. ഇങ്ങനെ ദൈവം പ്രഖ്യാപിച്ച ഒരേ ഒരു ജനത മാത്രമേ ലോകത്തുള്ളൂ. അത് ഇസ്രായേൽ ജനമാണ്. ഞാൻ പുതിയ ഇസ്രായേലിലേക്ക് വരുന്നില്ല, നമ്മുടെ വിഷയം ഇന്നല്ലാത്തതുകൊണ്ടാണ് വരാത്ത കേട്ടോ. അവിടെ തന്നെ എന്നോട് ചോദിച്ചോളരുത്, പുതിയ ഇസ്രായേൽ ഇപ്പോൾ മോശമാണെന്ന് ചോദിക്കരുത്. നമ്മുടെ വിഷയം ഇപ്പോൾ അതല്ല, അതിലൂടെ വരാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് വരാത്തത്. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ വേറെ ഗഡികളിലേക്ക് പോകും. അപ്പോസ്തല പ്രവൃത്തി 2-ലും തീരത്തില്ല, 3-ലും തീരത്തില്ല, നമ്മൾ ഇങ്ങനെ അങ്ങ് പോയി പോകും. അപ്പോൾ ഇസ്രായേൽ ജനത്തിന് എന്തുകൊണ്ടാണ് ഈ ദിവസം, ഈ പെന്തക്കോസ്ത് ദിവസം പ്രധാനപ്പെട്ടത്? കാരണം അവരെ ദൈവം ഇറങ്ങി വന്ന് ദൈവത്തിൻ്റെ സ്വന്തം സമ്പത്തായി, സ്വന്തം ജനമായി, വിശുദ്ധ ജനമായി, രാജകീയ പൗരോഹിത്യമായി പ്രഖ്യാപിച്ചത് ഈ പെന്തക്കോസ്ത് നാളിലാണ്. അവരോട് മാത്രമേ ദൈവം അങ്ങനെ പ്രഖ്യാപിച്ചുള്ളൂ. നിങ്ങൾക്ക് മറ്റൊരു ജാതിയെ കാണിച്ചു തരാൻ പറ്റുമോ? അങ്ങനെ ലോകത്തിൽ അങ്ങനെ മറ്റൊരു ജാതിയില്ല. അതായത് നമ്മൾ ഈ പുതിയ ഇസ്രായേൽ എന്നിങ്ങനെ ആ വാക്കിന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുകൊണ്ട് തന്നെയാണ്. ഇതിൻ്റെ ഒരു മൂലയ്ക്ക് നമ്മളിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർന്നില്ല. രണ്ടാമത്, യഹോവയായ ദൈവം ഒരു ന്യായപ്രമാണം കൊടുത്ത ഒരു ജാതി, അത് ഇസ്രായേൽ മാത്രമേ ഉള്ളൂ. എങ്ങനെ ജീവിക്കണം, എങ്ങനെ ആരാധിക്കണം. തീർന്നില്ല. എങ്ങനെ വീട് വെക്കണം, വീടിൻ്റെ പാരപ്പറ്റ് എങ്ങനെ കെട്ടണം, എന്തെല്ലാം കഴിക്കണം, എങ്ങനെ വസ്ത്രം ധരിക്കണം, പുരുഷൻ എങ്ങനെ വസ്ത്രം ധരിക്കണം, സ്ത്രീ എങ്ങനെ വസ്ത്രം ധരിക്കണം, എങ്ങനെ നടക്കണം, എങ്ങനെ ഇരിക്കണം, എങ്ങനെ ചിരിക്കണം, ഇതെല്ലാം അടങ്ങുന്ന, എങ്ങനെ ആരാധിക്കണം, ഇതെല്ലാം അടങ്ങുന്ന ഒരു ന്യായപ്രമാണം ദൈവം നേരിട്ട് കൊടുത്ത ഒരേ ഒരു ജാതി, അത് ഇസ്രായേൽ മാത്രമേ ഉള്ളൂ.
രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ഇതെല്ലാം ഏതെങ്കിലും ഒരു പ്രവാചകന് വെളിപ്പെട്ട് കിട്ടിയതല്ല. ന്യായപ്രമാണം ഏതെങ്കിലും ഒരു പ്രവാചകന് വെളിപ്പെട്ട് കിട്ടിയതല്ല. മാലാഖ പ്രത്യക്ഷപ്പെട്ട് കൊടുത്ത പുസ്തകമല്ല ന്യായപ്രമാണ പുസ്തകം. യു ഗോട്ട് ഇറ്റ്? ഏതെങ്കിലും ഒരു പ്രവാചകന് കിട്ടിയ വെളിപ്പാടനുസരിച്ച് പറഞ്ഞതല്ല, നിങ്ങളെ രാജകീയ പുരോഹിത വർഗമായി പ്രഖ്യാപിച്ചു എന്ന്. അങ്ങനെ പറഞ്ഞതല്ല. പിന്നെയോ ദൈവം നേരിട്ട് ഇറങ്ങി വന്ന് ഒരാളോടല്ല, മുഴുവൻ ജനതയും വിളിച്ചുകൂട്ടി അവരോട് നേരിട്ട് സംസാരിച്ചത് ഒരേ ഒരു ജാതിയോട് മാത്രമേ ഉള്ളൂ. അത് ഇസ്രായേൽ ജനത്തോട് മാത്രമേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പെന്തക്കോസ്ത് അവർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാനൊന്നുകൂടെ പറയാം. ഒന്ന്, അവരെ സ്വന്തം ജനമായി രാജകീയ പുരോഹിത വർഗമായി ദൈവം പ്രഖ്യാപിച്ചതാണ്. അങ്ങനെ പ്രഖ്യാപിച്ച വേറൊരു ജാതി ഈ ഭൂമിയിൽ ഇല്ല. രണ്ടാമത്, ദൈവം ന്യായപ്രമാണം കൊടുത്ത ഒരു ജനത, അവരല്ലാതെ വേറെ ആരും ഇല്ല. മൂന്നാമത്, ദൈവം ഇതൊരു ആർക്കും കൊടുത്ത വെളിപ്പാടല്ല, ആ രാജ്യത്തിലെ ജനങ്ങളെ മുഴുവൻ വിളിച്ചുകൂട്ടി അവരോട് നേരിട്ട് ദൈവം സംസാരിക്കുകയായിരുന്നു. ഇങ്ങനെ ചെയ്ത വേറൊരു ജാതി ഈ ഭൂമിയിൽ വേറെ ഇല്ല. ഇതുകൊണ്ട് പെന്തക്കോസ്ത് അവർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രൈസ് ഗോഡ്. ഇനി പെന്തക്കോസ്ത് നമുക്ക് എന്തുകൊണ്ടാണ് പ്രധാനപ്പെട്ടത്? വളരെ സിമ്പിളാണ്. ഇതെല്ലാം ഇതിനകത്തുണ്ട്. ഈ പറയുന്ന മൂന്ന് കാര്യങ്ങളും നമുക്കും ഉണ്ട്. പക്ഷെ സിമ്പിളായിട്ട് നമ്മൾ പറഞ്ഞാൽ പെന്തക്കോസ്ത് നമുക്ക് പ്രധാനപ്പെട്ടത് എന്തുകൊണ്ടാണ്? അന്നാണ് പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ അയക്കുന്നത്. വെറുതെ അയക്കുകയല്ല, എന്നേക്കും നമ്മോട് കൂടെ ഇരിക്കേണ്ടതിനായിട്ട്, നമ്മുടെ രക്ഷയെ സാധ്യമാക്കേണ്ടതിനായിട്ട് പരിശുദ്ധാത്മാവിനെ നമുക്ക് വേണ്ടി അയക്കുന്നത് പെന്തക്കോസ്ത് ദിവസമാണ്. അതുകൊണ്ട് പെന്തക്കോസ്ത് നമുക്ക് പ്രധാനപ്പെട്ടതാണ്. അതിന് ഇനി പ്രാധാന്യങ്ങൾ വേറെ ഉണ്ട്. ഈ പരിശുദ്ധാത്മാവ് വന്നു എന്ന് പറഞ്ഞതിൻ്റെ സമയം കിട്ടുന്നതനുസരിച്ച് നമുക്ക് അത് ചിന്തിച്ചുകൊണ്ടേയിരിക്കാം. നമുക്ക് മുന്നോട്ട് പോകാം. അപ്പം പെന്തക്കോസ്ത് ഇസ്രായേലർക്ക് പ്രധാനപ്പെട്ടതാണ്. നമ്മൾ വിശ്വാസികളെ സംബന്ധിച്ചോളം, ക്രിസ്തീയ വിശ്വാസികളെ സംബന്ധിച്ചോളം നമുക്ക് പ്രധാനപ്പെട്ടതാണ് പെന്തക്കോസ്ത്. യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടത് പെസഹ ദിവസത്തിൻ്റെ തലേ ദിവസമായിരുന്നു എന്നാണ് സുവിശേഷകർ പറയുന്നത്. തലേ ദിവസമായിരുന്നു. അതിന് തൊട്ടടുത്ത ദിവസം മുതൽ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളായിരുന്നു. അപ്പം അന്നെല്ലാം അവരവിടെ ശിഷ്യന്മാർ അവിടെ ഉണ്ടായിരുന്നു. ഓക്കെ. ഈ പെന്തക്കോസ്തിൻ്റെ പ്രധാനപ്പെട്ട സന്ദേശം വിശുദ്ധരായിരിക്കുക എന്നതായിരുന്നു. നമുക്ക് അങ്ങൊരു വാക്യം ഒന്ന് വായിക്കാം. നമുക്കൊന്ന് പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം 10-11 വാക്യം. അല്ലെങ്കിൽ സീനായ് പർവ്വതത്തിൽ വെച്ച് 50-ാമത്തെ ദിവസം വന്നപ്പോൾ അന്നത്തെ ദൈവത്തിൻ്റെ പ്രധാനപ്പെട്ട ദൂത് അവരോടുള്ളതാണ്, നിങ്ങളെ ശുദ്ധീകരിക്കണം, നിങ്ങൾ വിശുദ്ധർ ആയിരിക്കണം. 1 പത്രോസ് 1:16 പത്രോസ് പറയുന്നത് തന്നെയാണ്, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധർ ആയിരിക്കണം. അപ്പോൾ അവരെ സംബന്ധിച്ചോളും നമ്മളെ സംബന്ധിച്ചോളും ഒരുപോലെ പെന്തക്കോസ്ത് ദിവസത്തിൻ്റെ പ്രധാനപ്പെട്ട സന്ദേശം വിശുദ്ധരായിരിക്കുക എന്നതാണ്. ദൈവം വിശുദ്ധനാണ്, നമ്മൾ വിശുദ്ധരായിരിക്കണം. ഇനി നമുക്ക് ഇത്രയും കാലം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇനി നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിക്കാം. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ച് കൂടിയിരുന്നു. ഇനി മുതൽ നമ്മൾ ആകെ കുഴപ്പം പിടിച്ച കാര്യങ്ങളിലേക്ക് പോവുകയാണ്. കാരണം നമ്മൾ വാക്യങ്ങൾ വായിച്ച് നോക്കാൻ പോവുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ക്രിസ്ത്യൻ ട്രഡീഷൻ ഉണ്ട് ഒരു ഭാഗത്തുണ്ട്. നമ്മളതിനെ ഖണ്ഡിക്കുകയല്ല ചെയ്യുന്നത്. നമ്മൾ വാക്യത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്താണ് നമ്മൾ നോക്കുകയാണ് ചെയ്യുന്നത്. അപ്പോസ്തല പ്രവൃത്തി 2:1 പറഞ്ഞു, പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിരിക്കുന്നു. ഇവിടെ ഈ പറയുന്ന എല്ലാവരും എന്ന് പറയുന്നത് ആരാണെന്നോ, ഒരു സ്ഥലത്ത് എന്ന് പറയുന്നത് ഏത് സ്ഥലമാണെന്നോ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ പറയുന്നില്ല. നിങ്ങളതിനെ വായിച്ചിട്ടുണ്ടോ? അങ്ങനെ പറയുന്നില്ല. നമ്മൾ സാധാരണ പറയാറുണ്ട്,
120 പേർ ഒന്ന് ഒരുമിച്ച് കൂടിയിരുന്നു. മർക്കോസിൻ്റെ മാളിക മുറിയിൽ അവർ ഒരുമിച്ചിരുന്നു എന്നത് ക്രിസ്ത്യൻ ട്രഡീഷനാണ്. അല്ലെങ്കിൽ മറ്റു പല വാക്യങ്ങളിൽ നിന്നും നമ്മൾ എടുക്കുന്ന ചില അനുമാനങ്ങളാണ്. അങ്ങനെയുള്ള അനുമാനങ്ങളുണ്ട്, തെറ്റില്ല, അത് തെറ്റൊന്നും തന്നെ ഇല്ല. നമ്മളിപ്പോൾ അതല്ലല്ലോ നോക്കുന്നത്, നമ്മൾ എഴുതിയിരിക്കുന്ന ഓരോ വാക്യങ്ങൾ പഠിക്കുക നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് പറയുന്നു എല്ലാവരും, അതാരൊക്കെയാണ് നമുക്ക് അറിഞ്ഞുകൂടാ. ഒരു സ്ഥലത്തെ, ഏത് സ്ഥലത്താണ് അവർ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ, നമുക്കതിന് നിശ്ചയമില്ല. പിന്നെ എങ്ങനെയാണ് നമ്മൾ ഇങ്ങനെയുള്ള അനുമാനങ്ങളൊക്കെ വന്നത്? അതിനൊരു കാരണം കാണുമല്ലോ അല്ലേ? ഒരു കാരണമുണ്ട്. 1-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് പിണക്കമില്ലല്ലോ എന്നോട്, അത് നിശ്ചയമില്ലെന്ന് പറഞ്ഞതല്ലേ? എന്തായാലും നിശ്ചയമില്ല, ഇതിനകത്ത് എഴുതിയിട്ടില്ല, വേദോസത്തിൽ എഴുതിയിട്ടില്ല. 1-ാം അധ്യായത്തിൽ 1:13 അവർ യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണം കഴിഞ്ഞതിന് ശേഷം അവർ ഒരു മലയിൽ നിന്നും തിരിച്ച് യെരുശലേമിലേക്ക് വന്നു. യെരുശലേമിലേക്ക് അവർ വന്നു കഴിഞ്ഞപ്പോൾ അവർ പാർത്ത മാളിക മുറിയിൽ അവർ കയറിപ്പോയി. അവർ പാർത്ത ഏത് മാളിക മുറിയാണെന്ന് നമുക്ക് നിശ്ചയമില്ല. അപ്പോസ്തലന്മാർ താമസിച്ചിരുന്ന മാളിക മുറിയാണ് എന്നല്ലാതെ ഏത് മാളിക മുറിയാണെന്ന് അവിടെ പറയുന്നില്ല. അവരവിടേക്ക് പോയി. ഓക്കെ, അത് 1-ാമത്തെ അധ്യായത്തിലാണ്. അവർ യേശുവിനെ സ്വർഗാരോഹണം കഴിഞ്ഞ് വരുന്ന സമയത്താണ് ഈ സംഭവം എന്ന് പറയുന്നത്. ഇനി 1:15 നമ്മൾ വായിക്കുന്നത്, ഓക്കെ, അവിടെ 2 പ്രശ്നമുണ്ട് നമുക്ക്. ഒന്ന് നമുക്കിപ്പോൾ നോക്കാം. 120 പേരുള്ള സംഘം ഉണ്ടായിരുന്നു. 120 പേരുള്ള സംഘം അവർ ഒരുമിച്ച് കൂടിയിരുന്നു. 16-ാമത്തെ വാക്യത്തിൽ അവരെന്തിനാണ് കൂടിയിരുന്നതെന്ന് പറയുന്നുണ്ട്. അവർ കൂടിയിരുന്നത് യൂദാസ് ഇസ്കരിയോത്ത് അവന് പകരം ഒരു അപ്പോസ്തലനെ തിരഞ്ഞെടുക്കണം. ഇവരോട് ആര് പറഞ്ഞ അപ്പോസ്തലനെ തിരഞ്ഞെടുക്കണമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഇതിനകത്ത് എഴുതിയിട്ടില്ല, വേദോസത്തിൽ എഴുതിയിട്ടില്ല. ദൈവത്തിൻ്റെ ആത്മാവ് അവരോട് പറഞ്ഞോ 12 പേര് തന്നെ വേണം, അതുകൊണ്ട് ഒരാൾ കുറഞ്ഞാൽ അടുത്ത ആളെ തിരഞ്ഞെടുത്തോണോ എന്ന് പറഞ്ഞോ നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും വേദോസത്തിൽ അത് എഴുതിയിട്ട് ഇല്ല. 12 എന്നുള്ളത് 11 ആയാൽ ശരിയാകത്തില്ല എന്ന് പറഞ്ഞോ നമുക്ക് അറിഞ്ഞുകൂടാ. ഒരുപക്ഷേ യഹൂദന്മാരുടെ പാരമ്പര്യം അനുസരിച്ച് 12 പേരിരിക്കട്ടെ, 12 ഗോത്രങ്ങളാണല്ലോ എന്നൊക്കെ അവർ ചിന്തിച്ച് കാണാമായിരിക്കണം. അതോ ഇനി ആർക്കെങ്കിലും വെളിപ്പാട് കിട്ടിയോ അത് നമുക്ക് അറിഞ്ഞുകൂടാ. പുസ്തകത്തിൽ എന്തായാലും കാരണം എഴുതിയിട്ടില്ല. എനിവേ അവർ യൂദായ്ക്ക് പകരം ഒരാളിനെ തിരഞ്ഞെടുക്കാൻ അവരങ്ങ് തീരുമാനിച്ചു. അപ്പോൾ അതിനാണ് ഈ 120 പേർ ഒരുമിച്ച് കൂടിയിരുന്നത്. അത് ഇവർ താമസിച്ചിരുന്ന ഈ മാളിക മുറിയിലാണ് ഒരുമിച്ച്. എന്താ ഈ മാളിക മുറി എന്ന് പറഞ്ഞാൽ? വലിയൊരു മാളികയുടെ മുറി എന്നാണ്. സിമ്പിളി 2-ാമത്തെ നില, അല്ല 3 നില വീടാണെങ്കിൽ 3-ാമത്തെ നില, 4 നിലയുള്ള വീടാണെങ്കിൽ 4-ാമത്തെ നില, ഏറ്റവും ഉയർന്ന നില, ഏറ്റവും കുറഞ്ഞ പക്ഷം 2 നിലയുള്ള വീടിൻ്റെ 2-ാമത്തെ നില, അത്രയേ ഉള്ളൂ. അപ്പർ റൂം. യഹൂദന്മാരെ സംബന്ധിച്ചോളം അവരുടെയൊക്കെ വീടിൻ്റെ ഒരു മുറി, മുകളിലുള്ളൊരു മുറി അവർ പ്രാർത്ഥനാ മുറിയായിട്ട് വേർതിരിച്ച് ഇടാറുണ്ടായിരുന്നു. നിങ്ങൾ വീട് വെച്ചപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഒരു പ്രാർത്ഥനാ മുറി പണിയണമെന്ന്? വീടിൻ്റെ പ്ലാനൊക്കെ വരച്ച് ഇങ്ങനെ ആർക്കിടെക്റ്റുമായിട്ടൊക്കെ ഒത്തിരി ഡിസ്കസ് ചെയ്തപ്പോൾ അടുക്കള ഇങ്ങനെ വേണം, ഡൈനിങ് റൂം ഇങ്ങനെ വേണം, അതിങ്ങനെ വേണം, ഇതിങ്ങനെ വേണം, ബാത്റൂം വേണം, അങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾ ഡിസ്കസ് ചെയ്തപ്പോൾ ഏതെങ്കിലും സമയത്ത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എനിക്കൊരു പ്രാർത്ഥനാ മുറി വേണം സ്വസ്ഥമായിട്ടിരുന്ന് പ്രാർത്ഥിക്കാനെന്ന്? നെവർ. നമ്മളൊരിക്കലും അങ്ങനെ ചിന്തിച്ചിട്ടില്ല, അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. അങ്ങനെ നമുക്കൊരു പ്രാർത്ഥനാ മുറിയുണ്ടോ? നമുക്കൊരു പ്രാർത്ഥനാ മുറിയും ഇല്ല. ചിലരൊക്കെ കാണുമായിരിക്കും, മിക്ക പേർക്ക് നമുക്കങ്ങനെ ഉണ്ടാവില്ല. യഹൂദന്മാരെ സംബന്ധിച്ചുള്ളൂ അവർക്കൊരു പ്രാർത്ഥനാ മുറി ഉണ്ടായിരുന്നു. ഇനി പ്രാർത്ഥനാ മുറി നിങ്ങൾ പണിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, ഇന്ന് എന്നിട്ട് നിങ്ങളുടെ സ്ഥലം അതിനായിട്ട് വേർതിരിക്കുക. ഞാൻ ഇവിടെ ഇരുന്നാണ് സ്ഥിരമായി പ്രാർത്ഥിക്കുവാൻ പോകുന്നത്. നമ്മൾ പറയുന്നതൊക്കെ ശരിയാണ്, പക്ഷേ നമ്മൾ ദൈവത്തിൽ ഇരിക്കുന്ന ഒരു സ്ഥലമുണ്ട്, സ്ഥിരമായിരിക്കുന്നൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു ദൈവ സാന്നിധ്യം സവിശേഷമായിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതിന് വാക്യമൊന്നുമില്ല, പക്ഷെ അങ്ങനെ ഉണ്ട്. നിങ്ങൾ സ്ഥിരമായിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലത്ത് അവിടെ ഒരു പ്രത്യേക ദൈവസാന്നിധ്യം ഉണ്ട്. യെരുശലേം ദേവാലയത്തിനുള്ളിൽ അങ്ങനെ ഉണ്ടായിരുന്നു. പ്രാർത്ഥിക്കുവാനുള്ള പ്രത്യേകമായ സ്ഥലങ്ങൾ യെരുശലേം ദേവാലയത്തിനുള്ളിലുണ്ടായിരുന്നു. ഓരോ വ്യക്തികൾക്കും പോയിരുന്ന് പ്രാർത്ഥിക്കുവാൻ, ചെറിയ കൂട്ടങ്ങൾക്ക് പോയിരുന്ന് പ്രാർത്ഥിക്കുവാനുള്ള പ്രത്യേകമായ സ്ഥലങ്ങൾ യെരുശലേം ദേവാലയത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു വ്യക്തിക്ക് പോയിരുന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയുന്ന
ചെറിയ ഒരു സ്ഥലം യെരൂശലേം ദേവാലയത്തിൽ ഉണ്ടായിരുന്നതിനെ കുറിച്ചാണ് കർത്താവ് പറഞ്ഞത്. ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് മാൻഷൻ, ഞാൻ നിങ്ങൾക്ക് ഭവനം ഒരുക്കുവാൻ പോകുന്നു. അങ്ങനെയാണോ? വീടൊരുക്കുവാൻ പോകുന്നു. ഐ എം ഗോയിങ് ടു പ്രിപ്പയർ മാൻഷൻസ് ഫോർ യു. മലയാളം എങ്ങനെയായിരുന്നു? വാസസ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ നിങ്ങൾക്ക് വാസസ്ഥലം ഒരുക്കും. നമ്മുടെ പാസ്റ്റർമാരൊക്കെ പ്രസംഗിക്കുന്നത് യേശുക്രിസ്തു വലിയ കൊട്ടാരം പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ മാർബിൾ പതിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് തീരുമ്പോൾ ഉടൻ തന്നെ യേശു വരും, പെയിൻ്റ് അടിച്ചത് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് റീപെയിൻറ്റ് ചെയ്യുകയാണ്, അതുകൊണ്ടാണ് ഇച്ചിരി താമസിക്കുന്നതൊക്കെയാണ് പാസ്റ്റർമാർ പ്രസംഗിക്കുന്നത്. ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ തെറ്റിപ്പോയത് ആ വാക്ക് മാൻഷൻ എന്നുള്ളത്. മാൻഷൻ എന്നുള്ളത് ശരിയായ ട്രാൻസ്ലേഷൻ അല്ല. പ്രാർത്ഥിക്കുന്ന ഒരു ചെറിയ ഇടം, നമുക്ക് വസിക്കാനുള്ള ഒരു ഇടം എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ഈ യേശു ഉപയോഗിച്ച വാക്ക് എന്ന് പറയുന്നത് യെരൂശലേം ദേവാലയത്തിൻ്റെ വശങ്ങളിലുള്ള ഒരാൾക്ക് കയറിയിരുന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയുന്ന ചെറിയ ഇടത്തെക്കുറിച്ചാണ്. നിങ്ങളിത് മനസ്സിലാക്കിയിട്ടുണ്ടോ? ആ ഗൗരവം മനസ്സിലായോ? അതിൻ്റെ ഗൗരവം മനസ്സിലായോ? ഒരാൾക്ക് കയറിയിരുന്ന് പ്രാർത്ഥിക്കുവാനുള്ള ഒരു ചെറിയ ഇടം. എന്താ അതിൻ്റെ പ്രത്യേകത? നിങ്ങൾ ശവപ്പെട്ടി കണ്ടിട്ടില്ലേ? കണ്ടുണ്ടോ ശവപ്പെട്ടി? ശവപ്പെട്ടി കണ്ടുണ്ടോ? ആ, ശവപ്പെട്ടി. ജീവനോടിരിക്കുമ്പോൾ എത്ര പേരാണ് നമ്മുടെ ചുറ്റിനുമുള്ളത്? ഏറ്റവും കുറഞ്ഞ പക്ഷം നമ്മുടെ ഭാര്യയും ഭർത്താവെങ്കിലും നമ്മുടെ കൂടെ കാണും, മക്കൾ കാണും, സ്നേഹിതർ കാണും. ഇതിലേതെങ്കിലും ഒരാളിനെ ആ ശവപ്പെട്ടിക്കകത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ടോ? ശവപ്പെട്ടി പണിയുന്നവൻ അതിനൊരു സ്ഥലം വെച്ച് പണിയാറുണ്ടോ? അങ്ങനൊരു ശവപ്പെട്ടി മേടിക്കാൻ പറ്റുമോ? നെവർ, നെവർ. നിങ്ങൾ മാത്രമേ കാണൂ. അതിനുള്ള സ്ഥലമേ ഉള്ളൂ, അതിനുള്ള സ്ഥലമേ ഉള്ളൂ. അവിടെ വേറെ കൂടെ ഇരിക്കാൻ അതിനകത്ത് സ്ഥലമില്ല. ആഗ്രഹിച്ചാൽ പോലും സ്ഥലമില്ല. അങ്ങനെ സാധനം മേടിക്കാൻ കിട്ടത്തില്ല. യെരൂശലേം ദേവാലയത്തിൻ്റെ വശങ്ങളിൽ നിങ്ങൾക്ക് മാത്രം കയറിയിരുന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്ന ഒരിടമുണ്ട്. അവിടെ ഒരാളൂടെ കാണും. ആരാണ്? നമ്മുടെ കർത്താവ് കാണും, വേറെ ആരും കാണത്തില്ല. അതിനെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഇടമെന്ന് വിളിക്കുന്നത്. ഞാനും എൻ്റെ കർത്താവും മാത്രമുള്ള ഒരിടം. അതൊരുക്കാനായിട്ട് പോയിരിക്കുകയെന്നാണ് യേശു പറഞ്ഞത്. ഞാനത് ഒരുക്കാൻ പോയിരിക്കുകയാണ്. നിങ്ങളും ഞാനിവിടെ വസിക്കുന്ന ഒരിടം ഞാൻ ഒരുക്കാനായിട്ട് പോവുകയാണ്. ഒരുക്കി കഴിയുമ്പോൾ വന്ന് ഞാൻ നിങ്ങളെ ചേർത്തുകൊള്ളാം. അല്ലാതെ നിങ്ങൾക്ക് വലിയ കൊട്ടാരം പണിഞ്ഞ് പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുകയൊന്നുമല്ല. നിങ്ങളും ഞാനും മാത്രം വസിക്കുന്ന ഒരിടം, അത് ഞാൻ ഒരുക്കാനായിട്ട് പോയിരിക്കുകയാണ്. അവിടെ വന്ന് നിങ്ങളെ ഞാൻ ചേർത്തുകൊള്ളാം. ഓക്കെ, ഞാൻ ആ ഭാഗം ഇവിടുന്ന് ഇച്ചിരി നമ്മൾ ഡൈഗ്രസ് ചെയ്ത് പോയി ആ ഭാഗത്ത് വരുമ്പോഴത്തേനും. ഓക്കെ, അപ്പോൾ 120 പേരുള്ള സംഘം ഒരുമിച്ച് കൂടിയിരുന്ന ഒരു മത്യാസിനെ അവർ തിരഞ്ഞെടുത്തു. യൂദായ്ക്ക് പകരം അവർ മത്യാസിനെ തിരഞ്ഞെടുത്തു. ഇനി അവിടെ ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കി ആ ഒരു 115 വാക്യം. അവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. ആ കാലത്ത് എന്ന് പറയുമ്പോൾ ഏത് പുസ്തകമാണ്? ശിഷ്യന്മാർ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ അവർ ഒലിവുമലയിലാണ്. യേശു പൊക്കഴിഞ്ഞപ്പോൾ അവർ കൂടാട്ട് നടന്നിഞ്ഞ് യെരൂശലേമിലേക്ക് പോന്നു. അവർ വന്നിട്ട് എന്ത് ചെയ്തു? നമ്മൾ വായിച്ച വാക്യം അനുസരിച്ച് അവർ പാർത്ത മാളിക മുറിയിൽ കയറിയിരുന്നു. ശരിയല്ലേ? ശരിയല്ലയോ? നിങ്ങൾക്ക് എന്തോ ഒരു കൺഫ്യൂഷൻ ഉള്ള പോലെ. അങ്ങനെ തന്നെയാണോ എന്നില്ലേ? വീണ്ടും വായിക്കണോ? വേണ്ടല്ലോ. ഇനി നമുക്ക് പാർത്ത മാളിക മുറി അതൊന്നും പിന്നെ നമുക്ക് നോക്കാം. ഇനി അവർ പാർത്ത മാളിക മുറിയിൽ കയറിയിരുന്നു. കയറിയിരുന്നു കഴിഞ്ഞിട്ട് ആ കാലത്തെ അന്നല്ല, അന്നല്ല, ആ കാലത്ത് 120 പേർ ഒരുമിച്ച് കൂടിയിരുന്നു. അപ്പൊ നോക്കിയേ, ആ കാലത്തെ. അപ്പോൾ നിങ്ങൾക്കിത് തുടങ്ങണ്ടായിരുന്നത് ആ കുഴപ്പമായെന്നുള്ള ചിന്തയാണോ? ഇല്ല, ഒരു വിശ്വാസത്തിന് കുഴപ്പമൊന്നും സംഭവിക്കത്തില്ല. വചനം പഠിച്ചാൽ നമുക്ക് ക്ലിയർ ആകത്തതുള്ളൂ. ഓക്കെ, ആ കാലത്തെന്ന് പറയുമ്പോൾ അന്നെന്നല്ല അതിൻ്റെ അർത്ഥം. അന്ന് മുതൽ പിന്നെ പെന്തക്കോസ്ത് നാളിൻ്റെ ഇടയ്ക്കുള്ള ഏതോ ഒരു ദിവസം അവരെന്ത് ചെയ്തു? 120 പേർ ഒരുമിച്ച് കൂടിയിരുന്നു. അപ്പോൾ എല്ലാ ദിവസവും 120 പേർ ഒരുമിച്ച് കൂടിയിരുന്നോ എന്ന് ചോദിച്ചാൽ നമുക്ക് അത്ര വലിയ തീർച്ചയൊന്നും തന്നെ ഇല്ല. അന്ന് മത്യാസിനെ തിരഞ്ഞെടുത്ത ദിവസം എത്ര പേരുണ്ടായിരുന്നു? 120 പേര് ഉണ്ടായിരുന്നു. എങ്കിലും നമുക്കൊരു അനുമാനത്തിലെത്താം. എന്താണ്? സ്ഥിരമായിട്ട് അവിടെ 120 പേര് ഉണ്ടായിരുന്നു എന്ന് നമുക്കൊരു അനുമാനത്തിൽ എത്താം. ഒരു അനുമാനം മാത്രമാണ്, അങ്ങനെ എഴുതി വെച്ചിട്ട് ഇല്ല. ആ കാലത്താണ്, അല്ലാതെ അന്നല്ല തിരഞ്ഞെടുപ്പ്
നടന്നത്. ഓക്കെ തന്നെ. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുന്നത്, അപ്പോൾ പത്രോസ് 11 പേരോട് കൂടെ, പത്രോസ് പ്ലസ് 11 സമയം എത്ര? ശരിയാണോ? Am I right? ഞാൻ കണക്കിന് ഇച്ചിരി മോശമാണ്. 11 പേരോട് കൂടെ പത്രോസും, 12 പേരല്ലേ ആകുന്നുള്ളൂ. അത്രയും പേരുടെ ചരിത്രമേ അവിടെ പറയുന്നുള്ളൂ. 120 പേരുടെ ചരിത്രം അവിടെ പറയുന്നില്ല. നമ്മൾ വാക്യം എടുത്ത് പഠിക്കുന്നതേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ട്രഡീഷണലായിട്ട് വിശ്വാസത്തിന് കുഴപ്പമൊന്നും സംഭവിക്കണ്ട, അങ്ങനെ ഇരുന്നോട്ടെ. നമ്മുടെ അനുമാനങ്ങൾ അങ്ങനെയൊക്കെയാണ്. അവിടെ 11 പേരുടെ ചരിത്രം, 12 പേരുടെ ചരിത്രമേ പറയുന്നുള്ളൂ. അവിടെ 120 പേരുടെ ചരിത്രം പറയുന്നില്ല. എന്ന് പറഞ്ഞാൽ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്ന വാക്യമനുസരിച്ച്, അപ്പോസ്തല പ്രവൃത്തി 2:1 എടുത്തേ എന്ന് പറയുന്നതനുസരിച്ച്, എല്ലാവരും എന്ന് പറയുന്നത് എത്ര പേരാണെന്ന് നമുക്ക് തീർച്ച ഇല്ല. 120 പേരാകാം, അല്ലെങ്കിൽ ഇവിടുത്തെ 2:15 അനുസരിച്ച് ഒരു കാര്യം നമുക്ക് പറയാൻ പറ്റും, 12 പേരുണ്ടായിരുന്നു എന്നുള്ളത് തീർച്ചയായും ഷുവറാണ്. 12 പേരെന്നുള്ള ഷുവറാണ്. ചിലപ്പോൾ 120 പേരും ഉണ്ടായിരുന്നു കാണാം. അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിക്കുക ആയിരിക്കാം. ഇനി രണ്ടാമത്തെ നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞ എന്താണ്? അവരെല്ലാവരും എവിടെയാണ് കൂടിയിരുന്നത് എന്നുള്ളതാണ്. ശരിയല്ലേ? അതിവിടെ പറഞ്ഞിട്ടില്ലല്ലോ. ഉണ്ടോ? നിങ്ങളൊന്ന് ഉഷാറായിട്ടിരുന്നേ. പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, പറഞ്ഞിട്ടില്ല. അപ്പോൾ എവിടെയായിരുന്നു അവർ ഒരുമിച്ച് കൂടിയിരുന്നത്? അതൊരു ചോദ്യമാണ്. എവിടെയാണ് അവർ ഒരുമിച്ച് കൂടിയിരുന്നത്? അപ്പോൾ അത് സാധാരണ നമ്മൾ പറയുന്നത്, ഇത് മർക്കോസിൻ്റെ മാളിക മുറിയാണ് എന്നാണ് നമ്മൾ സാധാരണ പറയുന്നത്. അപ്പോൾ മർക്കോസിൻ്റെ മാളിക മുറി എന്ന് പറയുമ്പോൾ ആരാണ് ഈ മർക്കോസ് എന്ന് പറയുന്നത്? അദ്ദേഹത്തിൻ്റെ പേര് ജോൺ മർക്കോസ് എന്നാണ്. അദ്ദേഹം യേശുവിൻ്റെ ശിഷ്യനല്ല, മർക്കോസിൻ്റെ സുവിശേഷം എഴുതിയ ഒരു വ്യക്തിയാണ് ജോൺ മർക്കോസ്, അല്ലെങ്കിൽ മർക്കോസ് എന്നറിയപ്പെടുന്ന ആൾ. അദ്ദേഹം ബർണബാസിൻ്റെ കസിനാണ്. ബർണബാസിൻ്റെ കസിനാണ്. ഇനി ബർണബാസ് ആരാണ്? ബർണബാസും മർക്കോസും ഒക്കെ പൗലോസിൻ്റെ കൂടെ സുവിശേഷ വേല ചെയ്തിരുന്ന ആൾക്കാരാണ്. ബർണബാസ് കുപ്ര ദ്വീപുകാരനായ, അല്ലെങ്കിൽ കുപ്രോസ് എന്ന് പറയുന്ന ദ്വീപുകാരനായ ഒരു ലേവ്യനായിരുന്നു ബർണബാസ്. ബർണബാസും യേശുവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരാളായിരുന്നില്ല. മർക്കോസും യേശുവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരാളായിരുന്നില്ല. ബർണബാസും മർക്കോസും കസിൻസാണ്. അവർ ബന്ധുക്കളാണ്. ഇവർ രണ്ടുപേരും ആദ്യ നൂറ്റാണ്ടിലെ സഭയുടെ പ്രവർത്തനത്തിൽ വളരെ സജീവമായിരുന്നു. പൗലോസിനോട് കൂടെ അവർ സുവിശേഷ യാത്രയിൽ പങ്കെടുത്തിട്ടുള്ളവരാണ്. അപ്പോൾ ജോൺ മർക്കോസിൻ്റെ വീട്ടിലാണ് ഇവർ ഒരുമിച്ച് കൂടിയിരുന്നത് എന്ന് നമുക്ക് ഒരു വ്യാഖ്യാനം ഉണ്ട്. എന്നാൽ അങ്ങനെ തന്നെയാണോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതിന് യാതൊരു തെളിവുകളും നമ്മൾക്ക് ഇല്ല. ഇനിയും നമുക്ക് നോക്കാം. ഈ യേശുക്രിസ്തു പെസഹ ആചരിക്കുവാനായിട്ടൂടെയാണ് യെരുശലേമിലേക്ക് വന്നത്. അത് നിങ്ങൾക്കറിയാമല്ലോ. പെസഹ ആചരിക്കാൻ യെരുശലേമിലേക്ക് വന്നപ്പോൾ ശിഷ്യന്മാർ വന്നിട്ട് പറഞ്ഞു, ഗുരു പെസഹ ആചരിക്കാനുള്ള സമയമൊക്കെ ആയി, അതുകൊണ്ട് നമുക്ക് പെസഹ അത്താഴം ഒരുക്കണം. ഓർക്കുന്നില്ലയോ? നിങ്ങൾ നോക്കുന്നുണ്ട് തോന്നി ഇതും പുതിയ കഥയാണെന്ന്. ഇത് വ്യവസ്ഥയിലുള്ള സാധനം കാര്യം തന്നെയാണ്. എല്ലാം ഞാൻ വ്യവസ്ഥയിലുള്ളതാണ് പറയുന്നത്. ഒന്നും ഇതിന് വെളിയിലേക്ക് മാറി ഞാൻ സംസാരിക്കത്തില്ല. എല്ലാം ഇതിനകത്തുള്ള കാര്യങ്ങൾ മാത്രമേ പറയൂ. അപ്പോൾ യേശുക്രിസ്തു ശിഷ്യന്മാർ പറഞ്ഞു, നമുക്ക് പെസഹ ആചരിക്കണ്ടേ, ഒരുക്കണ്ടേ? അപ്പോൾ യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ യെരുശലേം പട്ടണത്തിലേക്ക് പോകണം. അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്കെതിരായിട്ട് ഒരു കുടം വെള്ളവുമായിട്ട് ഒരാൾ വരും. അങ്ങനെ ഒരു കുടം വെള്ളമായിട്ട് വരുന്നവൻ്റെ പുറകിന് നിങ്ങൾ പോകണം. ഐ വിത്ത് മീ? ഇങ്ങനെ തന്നെയാണോ? ഒരു സംശയമുണ്ട് നിങ്ങൾക്ക്, ഇങ്ങനെ തന്നെയാണോ അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നുള്ളതല്ലേ? അതിന് വീട്ടിൽ പോയിരുന്ന് വായിക്കാം, സ്വസ്ഥമായിട്ട് വീട്ടിൽ നിന്ന് വായിക്കാം. അപ്പോൾ അങ്ങനെ വെള്ളമായിട്ട് വരുന്നതിന് പുറകിന് നിങ്ങൾ പോകുമ്പോൾ അവൻ ഏത് വീട്ടിൽ ചെല്ലുന്നോ നിങ്ങൾ ആ വീട്ടിലേക്ക് ചെല്ലണം. നിങ്ങൾ ആ വീട്ടിൽ ചെന്നിട്ട് ആ വീടിൻ്റെ ഉടമസ്ഥനോട് പറയണം, ഞങ്ങളുടെ ഗുരുവിന് ശിഷ്യന്മാരുമായിട്ട് പെസഹ ആചരിക്കുവാൻ ഒരു സ്ഥലം വേണം, അതെവിടെയാണ് ഒരുക്കിയിരിക്കുന്നത് എന്ന് ചോദിക്കണം. അദ്ദേഹം ഉടനെ വിരിച്ചൊരുക്കിയിരിക്കുന്ന ഒരു, മർക്കോസിൻ്റെ ഭാഷയിൽ പറഞ്ഞ ഒരു വൻമാളിക നിങ്ങൾക്ക് കാണിച്ചു. വൻമാളിക എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഒരു വൻമാളിക നിങ്ങൾക്ക്
കാണിച്ചുതരും. ഇതൊക്കെ വൻമാളിക എന്താണെന്നൊക്കെ നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. കാരണം ഇപ്പോഴേ ഈ സുവിശേഷം വല്ലാതെ വികലമായി കൂട്ടിക്കളയുന്ന ഒരു കാലമാണ്. വൻമാളിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു ക്രിസ്തു അവിടെ വലിയ കൊട്ടാരത്തിൽ, രാജകീയ കൊട്ടാരത്തിലാണ് പെസഹ ആചരിച്ചെന്നൊക്കെ പ്രസംഗിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നിങ്ങളും ഞാനും ജീവിക്കുന്നത്. അതുകൊണ്ട് ശരിയായിട്ട് ഇതെല്ലാം മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ അവിടെ വൻമാളിക ഒരുക്കി ഇരിക്കുന്ന വൻമാളിക കാണിച്ചിട്ടും നിങ്ങൾക്ക് അവിടെ പോയി അവിടെ എനിക്ക് വേണ്ടി പെസഹ ഒരുക്കാൻ പറഞ്ഞു. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് നിങ്ങളൊന്ന് മനസ്സിലാക്കി എന്താണെന്ന്. യേശു താമസിച്ച വീട്ടിലല്ല പെസഹ ആചരിച്ചത്. റൈറ്റ്? യേശു താമസിച്ച വീട്ടിലല്ല പെസഹ ആചരിച്ചത്. പെസഹ ആചരിച്ചത് വേറെ വീട്ടിലാണ്. ഇനി യേശു എവിടെയാണ് താമസിച്ചത്? പെസഹയുടെ ആ ആഴ്ചയിൽ യേശു യെരുശലേമിലേക്ക് വന്നപ്പോൾ യേശു കൂടുതൽ സമയവും താമസിച്ചത് ബഥാനിയയിലാണ്. മാർത്തയുടെയും മറിയയുടെയും ലാസറിൻ്റെയും വീട്ടിൽ. അവിടെ മാത്രമല്ല, കുഷ്ഠരോഗിയായ ആയിരുന്ന ശീമോൻ്റെ വീട്ടിൽ. ഈ ബഥാനിയയിലാണ് യേശു ഏറ്റവും സമയം ചെലവഴിച്ചു. അവിടെ നിന്ന് അവൻ യെരുശലേമിലേക്ക് വരുമായിരുന്നു. തിരിച്ചു വൈകുന്നേരം ആകുമ്പോൾ വീണ്ടും ബഥാനിയയിലേക്ക് പോകും. അപ്പോൾ യേശുവും ശിഷ്യന്മാരും താമസിച്ചിരുന്ന പെസഹ പെരുന്നാളിൻ്റെ ആഴ്ചയിൽ യേശുവും ശിഷ്യന്മാരും താമസിച്ചിരുന്ന വീട്ടിലല്ല അവൻ പെസഹ ആചരിച്ചത്. പെസഹ ആചരിച്ചത് മറ്റൊരു വീട്ടിലാണ് പെസഹ ആചരിച്ചത്. അത് യെരുശലേമിലുള്ള ഒരു വീട്ടിൽ ആയിരുന്നു. അപ്പോൾ സ്ഥിരമായിട്ട് ശിഷ്യന്മാർ താമസിച്ചിരുന്ന വീടാണ് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയത്തില്ല. ഇങ്ങനെ അപ്പോൾ അവർ പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ അവർ ഒരുമിച്ച് കൂടിയുന്ന സ്ഥലം യേശുവിൻ്റെ കാലം മുതലേ സ്ഥിരമായിട്ട് താമസിച്ചിരുന്ന വീടാണ് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയത്തില്ല. ഇത് വേറൊരു വീടാകുവാനാണ് സാധ്യത. ഒരു പക്ഷേങ്കിൽ ഇവർ പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുമിച്ച് കൂടി വന്നിരുന്ന ഒരു സ്ഥലമായിരിക്കാനാണ് സാധ്യത. ഇനി മറ്റൊരു വ്യാഖ്യാനമുള്ളത്, ശിഷ്യന്മാരെല്ലാം യെരുശലേം ദേവാലയത്തിൽ, ലൂക്കോസ് 24:53 നമുക്കതൊന്ന് വായിക്കാം. ആ ലൂക്കോസ് പറയാൻ നോക്കി, യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? എല്ലായ്പ്പോഴും ദൈവാലയത്തിലിരുന്ന്. അപ്പൊ എവിടെ ആയിരിക്കണം ഇവരിരുന്നത്? ഇറ്റ് സീംസ് ദൈവാലയത്തിൽ ആയിരിക്കണം. പക്ഷെ അതിന് സാധ്യത കുറവുണ്ട്. കാരണം എന്താണ്? അവിടെ 24 hours ഇരുന്ന് പ്രാർത്ഥിക്കാൻ ഇവർക്കൊരു പക്ഷെങ്കിൽ അനുവാദം ഉണ്ടാവുകയോ ഇവർക്ക് വിശ്വാസം ഉണ്ടാവുകയോ ധൈര്യം ഉണ്ടാവുകയോ ചെയ്യണം എന്നില്ല. കാരണം ഇവർ പേടിച്ച് ഒരു വീട്ടിൽ ഒരുമിച്ച് കൂടി കതവടച്ച് പൂട്ടി ഇരിക്കുന്ന പാർട്ടികളായിരുന്നു ശിഷ്യന്മാർ. അതുകൊണ്ട് ലൂക്കോസ് അവരെ എല്ലാ ദിവസവും എല്ലായ്പ്പോഴും ദേവാലയത്തിലിരുന്ന് പ്രാർത്ഥിച്ചു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അവരെല്ലാ ദിവസവും എല്ലായ്പ്പോഴും ദേവാലയത്തിലിരുന്നു എന്നായിരിക്കത്തില്ല ലൂക്കോസ് ഉദ്ദേശിച്ചത്. പ്രാർത്ഥനാ സമയങ്ങളിലെല്ലാം അവർ ദേവാലയത്തിൽ ചെന്നു എന്ന് മാത്രമേ ഉദ്ദേശിച്ച് കാണുവാൻ സാധ്യതയുള്ളൂ. ഇത് നമ്മുടെ അനുമാനമാണ്, അതിന് മാത്രമേ സാധ്യത ഉള്ളൂ. അപ്പോൾ ഇവരെവിടെയാണ് താമസിച്ചത്? യേശു താമസിച്ചിരുന്ന സ്ഥലത്തല്ല, ഇവർ ദേവാലയത്തിലല്ല ആയിരിക്കാം താമസിച്ചിരുന്നത് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ മുമ്പേ നിങ്ങളോട് പറഞ്ഞു, ഒരു വീടിൻ്റെ 2ാമത്തെ നിലയായിരിക്കണമെന്നില്ല. അവർ യഹൂദന്മാർ പ്രാർത്ഥനയ്ക്കായിട്ട് മാറ്റിവെച്ചിരിക്കുന്ന ഒരു വീടായിരിക്കാം, ഒരു മുറിയായിരിക്കാം എന്ന് പറയുന്നത്. അത് 3ാമത്തെയോ 4ാമത്തെയോ ആ വീടിൻ്റെ പൊക്കമനുസരിച്ച്. ഇനി അപ്പോസ്തല പ്രവൃത്തി 12:12 വായിച്ചാലോ? നോക്കണേ, പത്രോസ് കാരാഗ്രഹത്തിലാണ്. പത്രോസ് യാക്കോബിനെ പിടിച്ച് കാരാഗ്രഹത്തിലിട്ട് കൊന്നു. അത് യഹൂദന്മാർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിയത് കൊണ്ട് ഹെരോദാവ് വിചാരിച്ചു അടുത്ത ആളിനെ കൂടെ പിടിച്ച് കൊന്നുകളയാന്ന് വിചാരിച്ചു പത്രോസിനെ കൂടെ പിടിച്ച് കാരാഗ്രഹത്തിലിട്ട് കൊല്ലാൻ പോവാണ്. അപ്പോൾ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. നമ്മൾ പ്രാർത്ഥിക്കുന്ന പോലെ തന്നെ സഭ വളരെ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുന്നു. അപ്പോൾ ഈ സഭ ഇങ്ങനെ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പെടാണ്ട് രാത്രി 12 മണിയായപ്പം പത്രോസ് വന്ന് വാതിക്കൽ നോക്കി ചെയ്തപ്പോൾ അവർ പറഞ്ഞ എന്താണ്? ചത്തുപോയി കാണും, അവൻ്റെ ഭൂതമായിരിക്കും. അപ്പോൾ എന്തൊരു പ്രാർത്ഥനയായിരുന്നു, എന്ത് ശ്രദ്ധയായിരുന്നു എന്ന് ആലോചിച്ച് നോക്കി. നമ്മളും അവരും എല്ലാം ഒരേപോലെ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്നവരാണ്. എങ്കിലും ദൈവം ആ പ്രാർത്ഥന കേട്ടു. ആ പ്രാർത്ഥന ദൈവം കേട്ടു. ഓക്കെ. ഇനി അപ്പോസ്തല പ്രവൃത്തി 12:12 വായിക്കുന്നത് എവിടെ ഇരുന്നാ? അപ്പോൾ അവർ സഭ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചവിടെ മർക്കോസ് എന്ന് മറുപേരുള്ള, അത് ജോൺ മർക്കോസിൻ്റെ വീട്ടിലിരുന്നാണ് അവർ പ്രാർത്ഥിച്ചത്. അതുകൊണ്ട് ഇത് അപ്പോസ്തല പ്രവൃത്തി 12:12 ഒത്തിരി സംഭവങ്ങൾക്ക് ശേഷമാണ് അവർ ജോൺ മർക്കോസിൻ്റെ വീട്ടിലിരുന്നാണ് പ്രാർത്ഥിച്ചത്. അതുകൊണ്ട് യെരുശലേമിൽ അവരിരുന്ന് പ്രാർത്ഥിച്ച സ്ഥലം മർക്കോസിൻ്റെ മാളിക മുറി ആയിരിക്കാം
എന്നൊരു അനുമാനത്തിൽ നമ്മൾ എത്തിച്ചേരുന്നു. അവിടെ ആയിരിക്കാം ഒരു പക്ഷേങ്കിൽ ഇവർ. കാരണം മറിയ യേശുവിനോടൊപ്പം യാത്ര ചെയ്തിരുന്ന ശിഷ്യന്മാരിൽ ഒരാൾ, അപ്പോസ്തലന്മാർ എന്നുള്ള അർത്ഥത്തിലല്ല, ശിഷ്യന്മാരിൽ ഒരാൾ തന്നെയായിരുന്നു മറിയ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അന്നോട്ടേ ഒരു ബന്ധമുള്ളതുകൊണ്ട് ശിഷ്യന്മാരൊരു പക്ഷേങ്കിൽ മർക്കോസിൻ്റെ വീട്ടിലായിരിക്കാം അന്നും ഇരുന്ന് പ്രാർത്ഥിച്ചത്. എന്തായാലും കൊള്ളാം, എവിടെ ഇരുന്നാണ് പ്രാർത്ഥിച്ചത് എന്നതിനെക്കുറിച്ച്, എത്ര പേരിന്ന് പ്രാർത്ഥിച്ചു എന്നതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടുള്ള ധാരണ ഇല്ല. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ ഇന്നത്തെ ക്ലാസ് അങ്ങ് അവസാനിപ്പിക്കാം. അപ്പോൾ ഇപ്പോഴും നമ്മൾ ഏത് വാക്യത്തിലാണ് നിൽക്കുന്നത്? അപ്പോസ്തല പ്രവൃത്തി 2-ന്റെ 1 ആയുള്ളൂ. ഇനി എത്ര വാക്യം കൂടെ ഉണ്ട്? 46 വാക്യം കൂടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഒരു കാര്യം കൂടെ നോക്കാം. ഈ വാക്യം വിടാറായിട്ടില്ല. 2-ന്റെ 1. 2-ന്റെ 1 ഒന്നുകൂടെ വായിച്ച്, എന്തൊക്കെ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ച് കൂടിയിരുന്നു. ഇവരെല്ലാം ഒരുമിച്ച് കൂടിയിരുന്നു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അവർ പ്രാർത്ഥിച്ചോ ഇല്ലയോ എന്ന് പറയുന്നില്ല. എങ്കിലും 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന അനുസരിച്ച് അവർ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരുന്നു. അവർ ഒരുമിച്ച് കൂടി, നമ്മൾ കഥയും പറഞ്ഞിരുന്ന് കാണത്തില്ല, അവർ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരുന്നു. ഇനി കഥ പറഞ്ഞില്ല എന്ന് പറയാൻ നമുക്ക് എന്താ ഒരു കുറച്ചുകൂടെ ഒരു ആധികാരികത എന്താണ്? കാരണം യേശു പറഞ്ഞ ഒരു വാഗ്ദത്തം അവർ പ്രാപിക്കണം. അതിനു വേണ്ടിയാണ് അവർ കാത്തിരിക്കുന്നത്. നമ്മൾ അതുകൂടെ പറഞ്ഞിട്ട് അങ്ങ് നിർത്താം. അവർ കാത്തിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? യേശു പറഞ്ഞൊരു വാഗ്ദത്തം പ്രാപിക്കണം. അതിനുവേണ്ടി അവർ കാത്തിരിക്കുന്നത് കൊണ്ട് നമുക്ക് എന്ത് അനുമാനിക്കാം? അവർ പ്രാർത്ഥനയോടെ കാത്തിരുന്നു. ഇനി എന്താണ് യേശു പറഞ്ഞ വാഗ്ദത്തം? നമുക്ക് 2 വാക്യങ്ങൾ വായിക്കണം. ഒന്ന് അപ്പോസ്തല പ്രവൃത്തി 1-ന്റെ 4-5 വാക്യങ്ങളും അപ്പോസ്തല പ്രവൃത്തി 1-ന്റെ 8-ാം വാക്യവും. ഈ വാക്യം വായിച്ചിട്ട് നമുക്ക് നിർത്താം. യേശു ഇവരോട് ഒരുമിച്ച് കൂടിയുമ്പോൾ സ്വർഗാരോഹണത്തിന് മുമ്പാണ് അവരോട് പറഞ്ഞു, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ. ഇനി 1-ന്റെ 8 വായിച്ചു. അപ്പോൾ ഇതാണ് യേശു ക്രിസ്തുവിൻ്റെ വാഗ്ദത്തം. നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിൽ സ്നാനം ലഭിക്കും, നിങ്ങൾ എൻ്റെ സാക്ഷികളാകും, നിങ്ങൾ അതുകൊണ്ട് യെരൂശലേമിൽ ഇരിക്കണം. നമുക്ക് യേശു പറഞ്ഞ കാര്യങ്ങൾ നോക്കാം. എന്താണെന്ന് നോക്കാം. എന്താണ് യേശു പറഞ്ഞ വാഗ്ദത്തം? നിങ്ങൾ ശാന്തമായിട്ട് നോക്കണം. ഈ വാക്യം നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം കേട്ടോ, മറന്നു പോകരുത്. ഈ വാക്യം നിങ്ങളുടെ കയ്യിൽ ഇരുന്നോട്ടെ, ഈ വാക്യം തുറന്നിരുന്നോട്ടെ നിങ്ങളുടെ വേദപുസ്തകം. 1, യേശു പറഞ്ഞത് നിങ്ങൾ യെരൂശലേമിൽ നിന്നും വാങ്ങിപ്പോകാതെ ഇരിക്കണം. യെരൂശലേം വിട്ടു നിങ്ങൾ പോകരുത്. യെരൂശലേം വിട്ടുപോകാതെ പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്തത്തിനായിട്ട് കാത്തിരിക്കണം. അപ്പോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന വാഗ്ദത്തം യെരൂശലേമിൽ മാത്രമേ ലഭിക്കത്തുള്ളൂ എന്നാണോ? എന്നല്ല അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ യെരൂശലേമിൽ നിന്ന് പുറപ്പെട്ടു പോയിട്ട്, യെരൂശലേമിലാണെങ്കിലും ഇവിടുന്ന് പുറപ്പെട്ടു പോകുമ്പോഴും നിങ്ങൾ എൻ്റെ സാക്ഷികളാകണം. അതിനു മുമ്പായിട്ട് നിങ്ങൾക്ക് എന്തുണ്ടാകണം? പരിശുദ്ധാത്മസ്നാനം ലഭിക്കണം. അല്ല, യെരൂശലേമിൽ മാത്രമേ ആത്മസ്നാനം ലഭിക്കൂ എന്നല്ല അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആദ്യം ഉണ്ടാകേണ്ടത് പരിശുദ്ധാത്മസ്നാനമാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അത് ലഭിച്ചിട്ടേ ഇവിടെ നിന്നും പോകാവുള്ളൂ. അതാണ് 1-ാമത് യേശു പറഞ്ഞത്, യെരൂശലേമിൽ നിന്നും നിങ്ങൾ വാങ്ങിപ്പോകണം. അപ്പോൾ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് സ്നാനം എന്ന് പറയുന്നത് യേശുവിൻ്റെ വാഗ്ദത്തം ഇതുവരെയും നിവർത്തിക്കപ്പെട്ടിട്ടില്ല. അതും അതിന് അർത്ഥമല്ലേ? നിങ്ങൾ കാത്തിരിക്കണമെന്ന് പറയുമ്പോൾ, യെരൂശലേമിൽ തന്നെ ഇരിക്കണമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇതുവരെയും അത് ലഭിച്ചിട്ടില്ല, നിങ്ങൾക്കിതുവരെയും നിവർത്തിക്കപ്പെട്ടിട്ടില്ല. ഒരു വാക്യം വായിക്കാം, യോഹന്നാൻ 16:7. അപ്പം ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അപ്പം ഞാൻ പോക്കഴിഞ്ഞെങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന വാഗ്ദത്തം നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. ഇതുവരെ നിങ്ങൾക്ക് ആ വാഗ്ദത്തം ലഭിക്കത്തില്ല. അപ്പോൾ ഒരു ചെറിയൊരു പ്രശ്നം അവിടെ ഉണ്ട്. യോഹന്നാൻ 20:19 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ, യോഹന്നാൻ 20:19 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ എടുക്കുമ്പോൾ, യേശു ക്രിസ്തു ഉയർത്തെഴുന്നതിന് ശേഷം ശിഷ്യന്മാർ ഒരു മുറിയിൽ, അതേ ദിവസം, ഒത്തിരി ദിവസങ്ങൾ കഴിഞ്ഞില്ല, അതേ ദിവസം യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ അതേ ദിവസം വൈകുന്നേരം ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത്, ഏത് സ്ഥലം നമുക്ക് അറിഞ്ഞുകൂടാ, നമ്മൾ നേരത്തെ പറഞ്ഞവരാണ്, ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കാം, ഇരുന്ന സ്ഥലത്ത് വാതിലടച്ചവർ അതിനകത്തിരിക്കുക, യഹൂദന്മാരെ പേടിച്ച് ഇരിക്കുകയായിരുന്നു. യേശു അവിടെ പ്രത്യക്ഷനായി. നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞിട്ട് യേശു പറഞ്ഞു, എന്നെ എൻ്റെ പിതാവ് അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുകയാണെന്ന് പറഞ്ഞു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു? യേശു അവരുടെ മേൽ ഊതി പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക എന്ന് പറഞ്ഞു. അപ്പം ഇത് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചില്ലേ? അത് യേശു ഊതിയപ്പോൾ ഒരു ഊത്ത് മാത്രമായിട്ട് അങ്ങ് പോയതേ ഉള്ളൂ? അതോ ശിഷ്യന്മാർക്ക് വിശ്വാസമില്ലാഞ്ഞതുകൊണ്ട്
നമ്മുടെ ചില ചെറുപ്പക്കാരായിട്ടുള്ള ശുശ്രൂഷകർ പ്രസംഗിക്കുന്ന പോലെ കയറി പിടിച്ചില്ല, അതുകൊണ്ടാണോ? ഇവിടെ യേശു അവരുടെ മേൽ ഊതി പരിശുദ്ധാത്മാവിനെ പ്രാപിക്ക എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ആത്മാവിനെ പ്രാപിച്ചില്ലേ? അവരാത്മാവിനെ പ്രാപിച്ചു. എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ അയച്ചില്ലേ? അയച്ചു. പരിശുദ്ധാത്മാവിനെ അവർ പ്രാപിച്ചില്ലേ? പ്രാപിച്ചു. പക്ഷെ അതല്ല യേശു പറഞ്ഞ വാഗ്ദത്തം. യേശു പറഞ്ഞ വാഗ്ദത്തം പരിശുദ്ധാത്മാവിൻ്റെ സ്നാനമാണ്. അത് പെന്തക്കോസ്ത് നാളിൽ സംഭവിക്കുന്നതാണ്. അതിന് മുമ്പ് ഇവർക്ക് ആത്മാവില്ല എന്നല്ല അർത്ഥം, ആത്മാവിനെ പകർന്നില്ല എന്നല്ല അർത്ഥം. യേശു ക്രിസ്തുവിൻ്റെ വാഗ്ദത്തം മറ്റൊന്നാണ് എന്നാണ് എൻ്റെ അർത്ഥം. ഗെറ്റ് ഇറ്റ് വെരി ക്ലിയർ? ഓക്കെ. അതങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ വാഗ്ദത്തം നിങ്ങൾ പ്രാപിക്കും. അതുവരെ നിങ്ങൾ യെരുശലേമിൽ ഉണ്ടായിരിക്കണം. രണ്ടാമത് 1:4 വായിച്ചാട്ടെ. 1:4 ഇതൊക്കെ അവിടെ പറഞ്ഞ എന്നോട് കേട്ട പിതാവിൻ്റെ ദിസ് ഈസ് നോട്ട് പ്രോമിസ് ഫ്രം മീ. ഞാൻ തരുന്ന വാഗ്ദത്തമല്ല. നമുക്ക് ഈ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ക്ലാസ് വരുമ്പോഴത്തേക്കും ഞാൻ തരുന്ന വാഗ്ദത്തമല്ല, പിന്നെ എവിടുന്നാണ്? പിതാവിൻ്റെ വാഗ്ദത്തമാണ്. ഞാൻ എന്ത് മാത്രമേ ചെയ്തുള്ളൂ? എന്നോട് കേട്ട. പോയിന്റ് ഞാൻ നിങ്ങളെ അറിയിക്കുന്നു എന്നേ ഉള്ളൂ. ഞാൻ നിങ്ങളെ അറിയിക്കുന്നു എന്നേ ഉള്ളൂ. വാഗ്ദത്തം യഥാർത്ഥത്തിൽ ആരുടെയാണ്? പിതാവായ ദൈവത്തിൻ്റെ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതാ വേണം, വളരെ ഇമ്പോർട്ടൻ്റ് ആ, മറന്നു പോകരുത്. വാഗ്ദത്തം ആരുടേതാണ്? പിതാവായ ദൈവത്തിൻ്റെയാണ്. യേശു നമ്മളെ അറിയിച്ച പിതാവായ ദൈവത്തിൻ്റെ വാഗ്ദത്തം. മൂന്നാമത് 1:5 വായിച്ചാട്ട്. നിങ്ങൾക്ക് ഏറെ നാൾ കഴിയും മുമ്പേ 2 കാര്യങ്ങൾ മനസ്സിലാക്കണം. ഒന്ന്, നിങ്ങൾക്ക് ഇതുവരെയും ആത്മാവിൻ്റെ ഈ സ്നാനം ഉണ്ടായിട്ടില്ല. രണ്ടാമത്, ഏറെ നാൾ കഴിയത്തില്ല. മൂന്നാമത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറയുന്നത്, എന്ന് നിങ്ങളുടെ മേൽ ആത്മാവിൻ്റെ പകർച്ച ഉണ്ടാകുമെന്ന് യേശു പറഞ്ഞില്ല. നിങ്ങൾ ഇരിക്കണം, പെന്തക്കോസ്ത് നാളിൽ തന്നെ സംഭവിക്കും എന്ന് പറഞ്ഞില്ല. ഏറെ നാൾ കഴിയും മുമ്പേ. ഒരു സ്പെസിഫിക് ഡേറ്റ് ഇല്ല, താമസിക്കത്തില്ല. ഏറെ നാൾ കഴിയും മുമ്പേ നിങ്ങൾ ആത്മാവിനെ പ്രാപിക്കും. നാലാമത് വായിച്ചു. 1:5 വീണ്ടും വായിച്ചു. ദിസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ഒത്തിരി വ്യാഖ്യാനങ്ങളുള്ള ഒരു വാക്യമാണിത്. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്ക് ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് പറഞ്ഞു. യേശു പറഞ്ഞതിൻ്റെ അർത്ഥം ഇത്ര മാത്രമേ ഉള്ളൂ. യോഹന്നാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചതുപോലെ പരിശുദ്ധാത്മാവിൽ മുങ്ങി നിങ്ങൾക്ക് ഒരു സ്നാനം ഉണ്ടാകും. കൺഫ്യൂഷൻ നമുക്ക് ആവശ്യമില്ല. യോഹന്നാൻ വെള്ളം കൊണ്ട് നിങ്ങളെ സ്നാനം കഴിപ്പിച്ചതുപോലെ എന്നതിന് സമാനമായി, അതുപോലെ തന്നെ സമാനമായി പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും നിങ്ങൾക്ക് സ്നാനം കഴിപ്പിക്കും. എങ്ങനെയാണോ യോഹന്നാൻ വെള്ളം കൊണ്ട് നിങ്ങളെ സ്നാനപ്പെടുത്തിയത്, അതേപോലെ ആത്മാവിൽ മുങ്ങി നിങ്ങൾക്ക് ഒരു സ്നാനം ഉണ്ടാകും. വായിക്കാം, യോഹന്നാൻ എന്താ അതിനെക്കുറിച്ച് പറഞ്ഞു നോക്കാം. യോഹന്നാൻ ലൂക്കോസ് 3:16. ഇത് യോഹന്നാനും പറഞ്ഞു നോക്കിയാൽ ഒരുപോലെയാണ്, സമാനമായ അനുഭവം. ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു, എൻ്റെ പിന്നാലെ വരുന്നവൻ പരിശുദ്ധാത്മാവ് കൊണ്ട് നിങ്ങളെ സ്നാനം കഴിപ്പിക്കും. വ്യത്യസ്തമായ അനുഭവങ്ങളല്ല, സമാനമായ അനുഭവം. അപ്പോൾ യോഹന്നാൻ നിങ്ങളെ വെള്ളം തളിച്ചാണ് സ്നാനപ്പെടുത്തിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ തളുപ്പ് മാത്രമേ ലഭിക്കൂ. യോഹന്നാൻ നിങ്ങളെ വെള്ളത്തിൽ മുക്കിയാണ് സ്നാനപ്പെടുത്തിയെന്നുണ്ടെങ്കിൽ നിങ്ങളും പരിശുദ്ധാത്മാവിൽ മുങ്ങി നിങ്ങൾക്ക് സ്നാനം ലഭിക്കും. ഇതാണ് എൻ്റെ പിതാവ് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തം. 5ാമത്തെ കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിക്കാം. 1:8, അപ്പോസ്തല പ്രവൃത്തി 1:8. അവിടെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. ഇവിടെ ഒരു ചെറിയൊരു പ്രോബ്ലമുണ്ട്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട്, വായിച്ചോ, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എൻ്റെ സാക്ഷികൾ എന്ന് പറയുന്നിടത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വാക്ക് മാർട്ടൂസ് എന്ന് പറയുന്ന വാക്കാണ്. മാർട്ടൂസ് എന്ന് പറയുന്ന വാക്കാണ് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്. മാർട്ടൂസ് എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് ഇംഗ്ലീഷിൽ മാർട്ടിർ, രക്തസാക്ഷി എന്ന് പറയുന്ന വാക്കുണ്ടായിരിക്കുന്നത്. ഈ മാർട്ടൂസ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം സാക്ഷിയാകുക എന്നുള്ളതാണ്. എവിടെ സാക്ഷിയാകുക? നിയമപരമായി സാക്ഷിയാകുക, കോടതിയിൽ സാക്ഷിയാകുക. കോടതി സാക്ഷിയാകുമ്പോൾ നിങ്ങൾ എന്താ പറയുന്നത്?
ഞാൻ കണ്ടും കേട്ടും അനുഭവിച്ചും ഇരിക്കുന്നു, ഇതിന് ഞാൻ സാക്ഷി. മാർട്ടൂസ് എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടും ഞാൻ കേട്ടും ഞാൻ അനുഭവിച്ചും ഇരിക്കുന്നു, ഇതിന് ഞാൻ സാക്ഷി. അതിനെ ലംഘിക്കാൻ ആർക്കും സാധ്യമല്ല. പ്രൈസ് ദി ലോർഡ്. ഇനി മാർട്ടൂസ് എന്ന് പറഞ്ഞാൽ വേറൊരർത്ഥം കൂടെ ഉണ്ട്. അതും സാക്ഷി തന്നെയാണ്. ചരിത്രത്തിന് സാക്ഷിയായി നിൽക്കുക. അവിടെയും ഇതേ അർത്ഥം തന്നെയാണുള്ളത്. ഈ ചരിത്ര സംഭവം നടക്കുന്നത് ഞാൻ കണ്ടതാണ്, ഈ ചരിത്ര സംഭവം നടക്കുന്നത് ഞാൻ കേട്ടതാണ്, ഈ ചരിത്ര സംഭവം നടക്കുന്നത് ഞാൻ അനുഭവിച്ചതാണ്, ഞാൻ അതിന് സാക്ഷിയാണ്. കേട്ടപ്പോൾ ഇനി യോഹന്നാൻ കാനാവിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞ സാക്ഷി തീർന്നില്ല. കാനാവിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കി കഴിഞ്ഞ ചരിത്രമൊക്കെ പറഞ്ഞിട്ട് യോഹന്നാൻ പറഞ്ഞൊരു വാചകം ഉണ്ടല്ലോ, ഇത് അടയാളങ്ങളുടെ ആരംഭമായി ചെയ്തു. അവിടെ അടയാളങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നിടത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? എവിഡൻസ്. എവിഡൻസ് എന്ന് പറഞ്ഞാൽ തെളിവാണെന്ന്. എന്തിന്റെ തെളിവാണ്? കോടതി കാണിക്കാൻ പറ്റുന്ന തെളിവാണെന്ന്. ചരിത്ര പുസ്തകങ്ങളിൽ എഴുതാൻ പറ്റുന്ന തെളിവാണ്. ഇത് എവിഡൻസ് ആണ്. ക്രിസ്തീയ വിശ്വാസം അന്ധമായ വിശ്വാസമല്ല. ഇറ്റ് ഈസ് എവിഡൻസ് ബേസ്ഡ് ബിലീഫ്. നിങ്ങൾ ആരും ഇനി ക്രിസ്തീയ വിശ്വാസം അന്ധമായ വിശ്വാസം എന്ന് പറഞ്ഞേക്കരുത്. കണ്ണുപൂട്ടി ചാടി ഇറങ്ങുന്നതാണ് ക്രിസ്തീയ വിശ്വാസം എന്ന് പറയരുത്. ഇറ്റ് ഈസ് എവിഡൻസ് ബേസ്ഡ്. യോഹന്നാൻ അതാണ് പറഞ്ഞത്. ഇത് തെളിവാണ്, എവിഡൻസ് ആണ്. ഞാൻ കണ്ടും ഞാൻ കേട്ടും ഞാൻ അനുഭവിച്ചും ഇരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇനി മൂന്നാമത്തെ അർത്ഥം മാർട്ടൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ കണ്ടും കേട്ടും അനുഭവിച്ചും ഇരിക്കുന്നു എന്നതുകൊണ്ട് മരിക്കേണ്ടി വന്നാലും ഞാനിത് മാറ്റി പറയത്തില്ല. ഒന്ന് കോടതി പറയുകയാണ്, ഞാൻ കണ്ടും കേട്ടും അനുഭവിച്ചു ഇരിക്കുകയാണ്, ഞാൻ ഇതിൻ്റെ തെളിവാണ്, എവിഡൻസ് ആണ്. ക്രിസ്തീയ വിശ്വാസം എവിഡൻസ് ബേസ്ഡ് ആണ്, അന്ധവിശ്വാസമല്ല. ചരിത്രത്തിൽ പറയുകയാണ്, ഞാൻ കണ്ടും കേട്ടും അനുഭവിച്ചു ഇരിക്കുന്ന ചരിത്ര സംഭവമാണിത്. എവിഡൻസ് ബേസ്ഡ് ആണ്. മൂന്നാമത്തെ അർത്ഥം എന്ന് പറയുന്നത് ഞാൻ കണ്ടും കേട്ടും അനുഭവിച്ചതുമായ എവിഡൻസ് ആയതുകൊണ്ട് മരിക്കേണ്ടി വന്നാലും ഞാനിത് മാറ്റി പറയത്തില്ല. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് പ്രൈസ് ദി ലോർഡ് എൻ്റെ സാക്ഷികൾ ആകും. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ വേറൊരു കാര്യം കൂടെ ഉണ്ട്, അതോടെ പറഞ്ഞിട്ട് ഞാൻ അങ്ങ് നിർത്താം. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും, അതിശയങ്ങൾ പ്രവർത്തിക്കും, ഭൂതങ്ങളെ പുറത്താക്കും എന്നല്ല യേശു പറഞ്ഞത്. അപ്പൊ ഇവിടെ പറഞ്ഞൊക്കെ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എന്ത് ചെയ്യുന്ന പറഞ്ഞത്? നിങ്ങൾ രോഗികളെ സൗഖ്യമാക്കും? നോ. നിങ്ങൾ ശക്തി ലഭിക്കുമ്പോൾ ഭൂതങ്ങളെ പുറത്താക്കും? നോ. നിങ്ങൾ ശക്തി ലഭിക്കുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കും. നിങ്ങൾ ശക്തി ലഭിക്കുമ്പോൾ അന്യഭാഷ പറയും. നിങ്ങൾ ശക്തി ലഭിക്കുമ്പോൾ കൈയടിക്കും. നിങ്ങൾ ശക്തി ലഭിക്കുമ്പോൾ തുള്ളും ചാടും. ഇങ്ങനെ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ശക്തി ലഭിക്കുമ്പോൾ എൻ്റെ സാക്ഷികളാകും, ഞാൻ കണ്ടും കേട്ടും അനുഭവിച്ചത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു കൺഫ്യൂഷൻ ഒന്ന് മാറ്റിയിട്ട് ഞാൻ അങ്ങ് നിർത്താം. എന്ന് പറഞ്ഞാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കാൻ പരിശുദ്ധാത്മാവ് വേണ്ടേ? പരിശുദ്ധാത്മാവിന് ശക്തി വേണ്ടേ? ഞാൻ നിർത്തുകയാണ് കേട്ടോ. നിങ്ങളുടെ കൺഫ്യൂഷൻ തീർത്തിട്ട് ഞാൻ നിർത്തുകയാണ്. ഈ ഭാഗം അങ്ങ് നിർത്തുകയാണ്. നമുക്ക് വായിക്കാം മത്തായി 10:1. യേശു ജീവനോടിരിക്കുന്ന സമയത്താണ് 12 ശിഷ്യന്മാരെ അടുക്കി വിളിച്ചു അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനും. ഇത് എന്നാ സംഭവിച്ചത്? പെന്തക്കോസ്ത് നാളിന് ശേഷമല്ല, പെന്തക്കോസ്ത് നാളിന് മുമ്പാണ് കൊടുത്തത്. ഈ കിട്ടിയ ആൾക്കാർ ഇത് മേടിച്ചുകൊണ്ട് പോയിട്ട് വല്ല നടന്നോ? അത് നമുക്ക് അറിയണമല്ലേ? അങ്ങനെ നടന്നോ അറിയണം. ഈ ലൂക്കോസ് 10:1 70 പേരെ അയക്കുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് അങ്ങ് പോവുകയാണ്, എല്ലാ വാക്യം വായിക്കാതെ. 10:17 മുതലുള്ള വാക്യം വായിക്കാം. 10 ശിഷ്യന്മാരെ മാത്രമല്ല, വേറെ 70 പേരെ അയച്ചു.
എന്നുവെച്ചാൽ നമ്മളെപ്പോലെ ഒരു സാധാരണക്കാരെ വിശ്വാസികളെ അവരെ കൂടെ വിളിച്ച് അയച്ചു. എന്നിട്ട് അവർ പോയിട്ട് വല്ലതും നടന്നോ? നിന്റെ നാമത്തിൽ ഭൂതങ്ങളും ഞങ്ങൾക്ക് വല്ലതും നടന്നോ? പെന്തക്കോസ്ത് നാൾ മുമ്പ് വല്ലതും നടന്നിട്ടുണ്ടോ? ഉണ്ട്. പെന്തക്കോസ്ത് നാൾ മുമ്പ് യേശു പറഞ്ഞു, നിങ്ങൾ പോകും, രോഗികളെ സൗഖ്യമാക്കും, ഭൂതങ്ങള്, നമുക്ക് ഏറ്റവും പേടിയുള്ള സാധനം അതാണ്, ഭൂതങ്ങള് പുറത്താക്കും, നിങ്ങൾ പോകണം, രോഗികളെ സൗഖ്യമാക്കണം, ഭൂതങ്ങളെ പുറത്താക്കണം. അപ്പോൾ പരിശുദ്ധാത്മാവ് പെന്തക്കോസ്ത് നാളിൽ വന്നത് ഇതിനൊന്നും വേണ്ടിയല്ല. പരിശുദ്ധാത്മാവ് പെന്തക്കോസ്ത് നാളിൽ വന്നത് നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എൻ്റെ സാക്ഷികൾ ആകാൻ വേണ്ടിയാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, ബാക്കിയൊക്കെ വേണ്ടി ഞാൻ കുറേ ഭാഗങ്ങൾ വിടുന്നു. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതിലൊന്നും രോഗസൗഖ്യത്തിനോ ശാന്തിക്കോ അല്ലെങ്കിൽ ഭൂതത്തെ പുറത്താക്കാനോ ഒക്കെയായിട്ട് നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമൊന്നും വേണ്ട എന്നാണോ? പരിശുദ്ധാത്മാവ് വേണ്ടെന്നോ? അങ്ങനെയല്ല. നിങ്ങളിപ്പോൾ തിരുവനന്തപുരത്ത് പോകാനായിട്ട് നിൽക്കുകയാണെന്ന് വിചാരിക്കാം. തിരുവനന്തപുരത്ത് പോകാൻ നിൽക്കുന്നത് നിങ്ങൾ നാഷണൽ ഹൈവേയിലേക്ക് കയറി യാത്ര ചെയ്യുകയാണ്. നാഷണൽ ഹൈവേ കയറി യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ നാഷണൽ ഹൈവേയെ തിരുവനന്തപുരം എന്ന് വിളിക്കാറില്ല. നാഷണൽ ഹൈവേ നമ്മൾ എന്തേ വിളിക്കാറുള്ളൂ? ഈ തിരുവനന്തപുരത്തോട്ട് പോകുന്ന നിങ്ങളുടെ പ്രവചനവും നിങ്ങളുടെ സാക്ഷ്യവും നിങ്ങളുടെ കയ്യടിയും തുള്ളലുമെല്ലാം എന്തിനുള്ളതാണ്? യേശു കർത്താവാണ് എന്ന് സാക്ഷിക്കുവാനുള്ളതാണ്. എൻ്റെ സാക്ഷികൾ ആകുവേൻ. ഇതെല്ലാം യേശു ആണ് കർത്താവ്, മശിഹ എന്നതിൻ്റെ സാക്ഷികളാണ്. ഒറ്റ വാക്യം വായിച്ചിട്ട് ഞാൻ നിർത്താൻ, അത് വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോസ്തലപ്രവൃത്തി 2:32 യേശുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു, അതിന് ഞങ്ങളെല്ലാവരും സാക്ഷികൾ ആകുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് പെന്തക്കോസ്ത് ദിവസം വരുമ്പോൾ കർത്താവ് പറഞ്ഞ വാഗ്ദത്തം നമ്മുടെ മേൽ പകർന്നിരിക്കുന്നതിൻ്റെ ലക്ഷ്യം അവൻ്റെ സാക്ഷികൾ ആകുക എന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ ആത്മാവെന്ന് പറഞ്ഞ് എന്തെല്ലാം ചെയ്യുന്നുണ്ടോ, പ്രവചനമാണെങ്കിലും കൊള്ളാം, അത്ഭുതങ്ങളാണെങ്കിലും കൊള്ളാം, വീരപ്രവൃത്തിയാണെങ്കിലും കൊള്ളാം, എന്തെല്ലാം ചെയ്യുന്നുണ്ടോ, ഇതെല്ലാം നാഷണൽ ഹൈവേ മാത്രമാണ്. നമ്മുടെ ലക്ഷ്യം തിരുവനന്തപുരമാണ്. ലക്ഷ്യം യേശു കർത്താവാണ് എന്നത് സാക്ഷിക്കുക എന്നാണ്. സാക്ഷ്യമെന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടും കേട്ടും അനുഭവിച്ചും ഇരിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മളിപ്പോൾ എത്ര വാക്യം പഠിച്ചു? അപ്പോസ്തലപ്രവൃത്തി 2 എത്ര വാക്യം പഠിച്ചു? ഒരു വാക്യം പഠിച്ചു. 46 വാക്യം നമുക്ക് അടുത്ത ദിവസം പഠിക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.